ഈ കേരള എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് അല്ലെങ്കിൽ കുറേ കോളേജസ് ഉണ്ടല്ലോ, അവിടെ നിങ്ങൾ ഹയർ ചെയ്യുമ്പോൾ എന്തെങ്കിലും പോരായ്മ നിങ്ങൾ ഫേസ് ചെയ്യാറുണ്ടോ? അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈവൻ കോളേജസിൻ്റെ സൈഡിൽ നിന്ന് എന്തെങ്കിലും ബെറ്റർ ആക്കേണ്ടതുണ്ടോ? ഒരു ആസ്പെക്ട്. രണ്ടാമത്തെ ആസ്പെക്ട് എനിക്ക് തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ എല്ലാ പിള്ളേരും, പ്രത്യേകിച്ച് കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസ്, അവർക്ക് ഈ കോഡിങ് മാത്രമേ ഇൻഡസ്ട്രിയിൽ ഉള്ളൂ എന്നുള്ളൊരു ഇതാണ്. പക്ഷെ അങ്ങനെയല്ല, ഒരു സോഫ്റ്റ്വെയർ കമ്പനി കയറുമ്പോഴത്തേക്കും ഐ മീൻ ലോട്ട് ഓഫ് ഡിഫറെൻറ്റ് പോസിബിലിറ്റീസ് അല്ലേ. ഇപ്പോൾ UX ഉണ്ട്, യെസ്, ഡെവോപ്സ് ഉണ്ട്. യെസ്. ഇപ്പോൾ ഡെവോപ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഞാനിപ്പോൾ പാസ് ഔട്ട് ആവണമെങ്കിൽ ഞാനൊരു ഡെവോപ്സ് എഞ്ചിനീയർ എടുക്കുള്ളൂ. വൈ? കാരണം നൈസ് ഡ്രൈവ്, പിന്നെ റാഷ് ഡ്രൈവിങ്ങിന് പറ്റിയ ഇതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷനാണ്. അത് ഈ ഓൾ വീൽ ഡ്രൈവ് ഇതിനു വേണ്ടി കാൽപ്പാന്തരാണ് ആക്ച്വലി. അപ്പം അതുകൊണ്ട് ഞാൻ അതങ്ങനെ ഓടിച്ച് നടന്നു. പിന്നെ ഇത്ര നാളായപ്പോൾ എന്തായാലും കാറ് മാറ്റണമെന്നുള്ളതായി. അപ്പോൾ ഐ തോട്ട് ഐ മീൻ യൂഷ്വലി മേടിച്ച് ഞാൻ 5 to 10 years ഓടിക്കും. ഐ തോട്ട് ഐ വിൽ ഗോ ഫോർ എ നൈസ് കാർ. And I mean really repent that I didn't buy it earlier. Another question from the community. How do you pay so much for salaries? Do you pay so much for the people? Yeah, I mean, so I think the main I put you on a spot. വെയിറ്റ് സ്കിപ്പ് ചെയ്യരുത്, ഇതൊരു ആഡല്ല. KPH എന്ന കമ്മ്യൂണിറ്റി തുടങ്ങിയിട്ട് 8 കൊല്ലമായി. നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ പല ഫൗണ്ടേഴ്സും ബിൽഡ് ചെയ്യുന്ന പ്രോഡക്ട്സ് $multi-million of റവന്യൂ ആണ് ഇപ്പോൾ എത്തിക്കിട്ടുള്ളത്. ലാസ്റ്റ് 1 yearലാണ് നമ്മൾ പോഡ്കാസ്റ്റ് രീതിയിൽ പല ആൾക്കാർക്ക് എത്തുന്നത്. പക്ഷേ ഓവർ ദി ഇയേഴ്സ് നല്ല കിട്ടുന്ന പ്രോഡക്ട്സ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ KPH മാഫിയ എന്ന് പറഞ്ഞ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലാസ്റ്റ് 3 months ആയിട്ട് 50 പ്രോഡക്ട്സ് ആണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അതും ഈ 2025 മാത്രമായിട്ട് 50 പ്രോഡക്ട്സ് ആണ് ലോഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ വിത്ത് ദ യൂസ് ഓഫ് AI ആൻഡ് എവറിത്തിങ്, നല്ല കിടിലൻ പ്രൊഡക്റ്റും നല്ല യൂസ് കേസും പറഞ്ഞിട്ടുള്ള നല്ല പ്രൊഡക്ട്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് തിങ്സ് ആർ ഗോയിങ് ടു ബി റിയലി റാപ്പിഡ് ഫ്രം ഹിയർ ഓൺ. KPH എന്ന കമ്മ്യൂണിറ്റിക്ക് ഒരുപാട് ഇവന്റ്സ് ഹോസ്റ്റ് ചെയ്യാറുണ്ട്, മീറ്റപ്പ് ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട്, മാസ്റ്റർ ക്ലാസ് ഹോസ്റ്റ് ചെയ്യാറുണ്ട്, VC ഡിന്നേഴ്സ് ഹോസ്റ്റ് ചെയ്യാറുണ്ട്. എല്ലാ ഇവന്റും ഹോസ്റ്റ് ചെയ്യുമ്പോൾ വൺ തിങ് വി ഗെറ്റ് ആസ്ക്ഡ് എ ലോട്ട്: ഹാക്കത്തോൺ. എന്നാണ് KPH ഒരു ഹാക്കത്തോൺ ഹോസ്റ്റ് ചെയ്യുന്നത്? ഫെയർ ക്വസ്റ്റ്യൻ. ദ ടൈം ഈസ് നൗ. വി ആർ ഹോസ്റ്റിംഗ് എ ഹാക്കത്തോൺ. സാധാ ഒരു ഹാക്കത്തോൺ പോലെയല്ല. 2-3 days ഫുഡ് കഴിച്ച്, പിന്നെ പ്രസന്റേഷൻ സ്കില്ല് ബേസിൽ പ്രൈസ് മണി മേടിച്ച്, പിന്നെ പ്രൊഡക്റ്റ് ചവിട്ടുകൊട്ടയിൽ ഇട്ടുന്ന ഒരു ഹാക്കത്തോൺ അല്ല. ഇതിൽ ആക്ച്വൽ പ്രൊഡക്ട്സ് ആയിട്ട് ലോഞ്ച് ചെയ്ത് പൊട്ടൻഷ്യലി റവന്യൂ ജനറേറ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഈ ഹാക്കത്തോൺ ഓർഗനൈസ് ചെയ്യുന്നത്. ആൻഡ് വി ആർ ഇൻവൈറ്റിംഗ് യു ടു KPH ഹാക്കത്തോൺ. ഒരു പക്ഷേ കേരളത്തിലെ നാളത്തെ $10-100 million റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന പ്രൊഡക്ട്സ് ഈ ഒരു ഹാക്കത്തോണിൽ നിന്നുണ്ടായിരുന്നു വരാം. KPH ഹാക്കത്തോണിൽ മെന്റേഴ്സ് ആയിട്ട് വരുന്നുള്ളത് നമ്മുടെ പോഡ്കാസ്റ്റ് ഗസ്റ്റും പിന്നെ ആക്ച്വൽ പ്രൊഡക്റ്റ് ഉണ്ടാക്കി റവന്യൂ ജനറേറ്റ് ചെയ്തിട്ടുള്ള $multi-million ഫൗണ്ടേഴ്സ് ആണ് നേരിട്ട് മെന്റർ ചെയ്യാൻ പോകുന്നത്. സോ ദിസ് വിൽ ബി ദി ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ഇൻ യുവർ ലൈഫ്. ബിൽഡ്, സ്കെയിൽ ആൻഡ് ഗ്രോ യുവർ പ്രൊഡക്റ്റ്. KPH ഹാക്കത്തോൺ. ഹായ് ഓൾ, വെൽക്കം ടു KPH പോഡ്കാസ്റ്റ്. നമ്മളിപ്പോൾ ഉള്ളത് ഷർബലാണ്. ഷർബലിനെ പറ്റി പറയുകയാണെങ്കിൽ കീ വാല്യൂ എന്ന് പറയുന്ന കമ്പനീൻ്റെ ഫൗണ്ടർ ആൻഡ് CEO ആണ്. അപ്പോൾ നമുക്ക് ഷർബലോട് ചോദിച്ചറിയാം, എന്താണ് കീ വാല്യൂ ചെയ്യുന്നത്? അപ്പോൾ നമ്മൾ ബേസിക്കലി വി ബിൽഡ് പ്രോഡക്ട്സ് ഫോർ അതർ കമ്പനീസ്. അപ്പോൾ ഈ സ്റ്റാർട്ടപ്സിനും സ്കെയിലപ്സിനും ദേ വിൽ ഹാവ് എൻ ഐഡിയ, ദേ വിൽ കം ടു അസ് ആൻഡ് ദെൻ വി ബിൽഡ് എ പ്രോഡക്റ്റ് ഫോർ ദം ഫ്രം സ്ക്രാച്ച്. അപ്പം ഇനീഷ്യലി ചില കേസിൽ വി മാർക്കറ്റ് റിസർച്ച് ചെയ്യേണ്ടി വരും. We'll understand what kind of users, we make the UX design, we do the design of the product, then we build out the product, and then we help the customer to go live. And in most cases we will continue building the product for them. കാരണം പ്രോഡക്റ്റ് ഒരു സർവീസ് പോലെ അല്ലല്ലോ, നമ്മൾ ബിൽഡ് ചെയ്ത് തീർന്ന് ഹാൻഡ് ഓവർ ചെയ്യണമല്ല, പിന്നെ അഡീഷണൽ ഫീച്ചേഴ്സ് വന്നുകൊണ്ടിരിക്കും, അതിങ്ങനെ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കും. In some cases they will say they want to build their own team, and then we'll hand over, or probably they'll have a team running from their side, a team running from our side. In most cases we continue building the product for them. So they will not build an engineering team, their full engineering will be done by us. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം we have built around 120 products for around more than 80 customers, and we are proud that half of them have gone beyond Series A, and ഒരു 10-20 company have also gone beyond Series B and have even gone IPO. So wow. yeah. And
നമ്മൾ തുടങ്ങിയിട്ട് ഏകദേശം 9 വർഷമായി ആൻഡ് വി ഹവ് ഗ്രോൺ ടു എ 420 മെമ്പർ ടീം. വെരി കോർ ടെക് ആൻഡ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകാം 120 പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ ഈവൻ ദോ വി ബിൽഡ് ഇറ്റ് ഓവർ 9 years, these are not trivial products and these are actually used in the market. I mean, few of them got like shut down because there was no product market fit and stuff like that, but all of them were actually used in the market and different markets at that. US, Europe, India, Southeast Asia, and also a lot of different domains. That is what essentially key value is. And in the last 1.5 years, we have been also doing a lot of AI and agentic AI. We have also started building our own products, and then we are also diversifying. I'll come into detail in that later as well. ഷുവർ, ഓസം. അപ്പോൾ ഷർബൽ ആക്ച്വലി MA കോളേജിലാണ് പഠിച്ചിട്ടുള്ളത്. മേ ബി ഗോ ബാക്ക് ടു സ്കൂൾ ആൻഡ് കോളേജ് ഡേയ്സ്. ആ ഒരു എവല്യൂഷൻ എങ്ങനെയായിരുന്നു ഇൻ ഓർഡർ ടു ബിൽഡ് ഔട്ട് കീ വാല്യൂ ആസ് വെൽ? അപ്പം സ്കൂളിൽ ഒരു 10th 11th വരെയൊക്കെ ഫിസിക്സ് കെമിസ്ട്രി ആയിരുന്നു ഇഷ്ടം. ഞാൻ കമ്പ്യൂട്ടർ സയൻസ് ശരിക്കും ഇതായി തുടങ്ങുന്നത് 11th അവസാനമായപ്പോഴാണ്. അപ്പം ഇവിടെ എറണാകുളത്ത് കുറേ ഒരു ഹാക്കിംഗ് ഇത് അന്നുണ്ടായിരുന്നു. അപ്പം ഏത് ഇയർ ആയിരുന്നത്? ലൈക്ക് that was 94. അപ്പോൾ ഇപ്പോൾ ജയകൃഷ്ണൻ, അനു എഞ്ചിനീയർ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല, അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു. അപ്പം I mean, I got the opportunity to get, close with them. അപ്പോൾ ആ ഒരു ഇതിൽ കമ്പ്യൂട്ടർ സയൻസിനോട് ഭയങ്കര ഒരു ഇൻട്രസ്റ്റും ഇതും വന്നു. ദാറ്റ് വാസ് ഇൻ 12th. അപ്പോൾ ദെൻ ഐ വോണ്ട് ടു സ്റ്റഡി കമ്പ്യൂട്ടർ സയൻസ്. പിന്നെ അങ്ങനെയാണ് അണ്ടർ ഗ്രാഡ് കമ്പ്യൂട്ടർ സയൻസിൽ MA കോളേജിൽ ചെയ്യുന്നത്. ഏത് ഇയറായിരുന്നു MA കോളേജിൽ? ദാറ്റ് വാസ് ഫ്രം 96 to 2000. ആ ഒരു കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു MA കോളേജ്? അന്ന് ഇപ്പോൾ MA കോളേജിൽ ലൈക്ക് ഞാൻ പലരോടും സംസാരിക്കും, ഇവൻ നമ്മളോടൊപ്പം വർക്ക് ചെയ്യുന്ന ഒരാൾ MA കോളേജുമാണ്. അവിടെ പല പല ക്ലബ്സും കമ്മ്യൂണിറ്റീസും ഉണ്ട്, എല്ലാവരും എന്തെങ്കിലുമൊക്കെ ആക്റ്റീവാണ്, കുറേ ഈവൻറ്റ്സ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഐ തിങ്ക് ദാറ്റ്സ് എ റിയലി ഗുഡ് ജോബ് ഇൻ കോളേജ് ഡൂയിങ് ഇൻ മൾട്ടിപ്പിൾ ഈവൻ പല പലത്തെ ഇൻട്രസ്റ്റ് ഫിഗർ ഔട്ട് ചെയ്യാനുള്ളൊരു റെസ്പോൺസിബിലിറ്റി ചെയ്യുന്നുണ്ട്. അപ്പോൾ വാട്ട് ഈസ് ദാറ്റ് ലൈക്ക് ഇൻ 1996 ബാക്ക് ദെൻ? അന്ന് MA കോളേജിൽ എന്ന് വെച്ചാൽ ഒരു കൾച്ചറലി നല്ല ഇതാണ്. അങ്ങനെ എല്ലാവരും ഭയങ്കര ക്ലോസ് ആണ്, അങ്ങനത്തെ ഒരു ഇതുണ്ട്. ഈവൻ ടീച്ചേഴ്സായിട്ട് നല്ല ഇതുണ്ട്. പക്ഷേ ഇന്നത്തെ വെച്ച് നോക്കുമ്പോൾ അന്ന് ഇവൻസും ആ ഒരു ഇത് കുറവായിരുന്നു, എക്സ്പോഷർ കുറവായിരുന്നു. ദാറ്റ്സ് എ ഫാക്ട്. പക്ഷേ എനിക്ക് ഈ ബാക്കി പുറത്തുള്ളവരായിട്ടുള്ളതുകൊണ്ട് ആ ഒരു ഇത് റിയലി ഹെൽപ്ഡ്. അപ്പോൾ ആ ഒരു ഐ വാസ് ഈവൻ ദെൻ ഐ ഫീൽ ഐ വാസ് ഗുഡ് അറ്റ് കോഡിങ് ആൻഡ് ആ ടെക്നിക്കലായിട്ടുള്ള ഒരു ലീനേജ് അന്ന് മുതലുണ്ട്. അപ്പോൾ MA കോളേജ് പഠിക്കുമ്പോഴും ഈ അനു എഞ്ചിനീയർ ഇവരായിട്ടൊക്കെ അസോസിയേഷൻ ഉണ്ടായിരുന്നു. അന്നും സൈഡായിട്ട് എന്തെങ്കിലും ഡെവലപ്മെൻറ്റ് ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കോളേജ് കഴിഞ്ഞപ്പോൾ എനിക്ക് ക്യാമ്പസ് ആയിട്ട് ഒരു ഡച്ച് കമ്പനിയിൽ കിട്ടിയത്, വാൻബർഗ് എന്ന് പറഞ്ഞിട്ട്. അത് ഹൈദരാബാദിലാണ്, വാൻബർഗ് കോഡ്സ് എന്ന് പറഞ്ഞത്. ആൻഡ് ഐ തിങ്ക് ദ ഫസ്റ്റ് 6-7 years ഭയങ്കര എക്സ്പോഷർ ആയിരുന്നു. ആ കമ്പനിയിലായിരുന്നു 6-7 years ആയിട്ട് വർക്ക് ചെയ്തു. ഫസ്റ്റ് ജോബ്. അപ്പോൾ ആദ്യം 2000 കയറുമ്പോൾ ദേ വർ ഡെവലപ്പിംഗ് അജാക്സ് ടൂൾ കിറ്റ്. അപ്പം അജാക്സ് എന്ന് പറഞ്ഞ ടേം തന്നെ കോയിൻ ചെയ്യണത് 2003-2004 അപ്പോൾ ദേ വർ ലൈക്ക് എഹെഡ് ഓഫ് ദ കർവ്. അവർ ഈ കൂടുതലും മുമ്പ് ബാൻ എന്നൊരു ERP ഉണ്ടായിരുന്നു, SAP കോമ്പറ്റീറ്റർ. അപ്പോൾ അതിൻ്റെ ഫൗണ്ടേഴ്സും അതിൻ്റെ ഫൗണ്ടിങ് ടെക്നിക്കൽ ടീമുമാണ് കുറേ പേര് ഇവിടെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ഐ വാസ് ലൈക്ക് വെരി ക്ലോസ്ലി വർക്കിംഗ് വിത്ത് ദം ആസ് വെൽ. അപ്പം ഭയങ്കര എക്സ്പോഷർ ആയിരുന്നു. പീപ്പിൾ ഹു ഹാവ് റിട്ടൺ ദ ബാൻ വെർച്വൽ മെഷീൻ ആൻഡ് ബാൻ കമ്പൈലർ. അതും ഇവിടെ ഇന്ത്യയിലത്തെ ടീം വാസ് ലൈക്ക് കൾച്ചറലിയും ഭയങ്കര നല്ലതായിരുന്നു. ഫ്രം വർക്ക് പെർസ്പെക്റ്റീവും അടിപൊളിയായിരുന്നു. അവരുടെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു എൻ്റർപ്രൈസ് സൂട്ട് ഡെവലപ്പ് ചെയ്യാനുള്ള കംപ്ലീറ്റ് സെറ്റ് ഓഫ് ടൂൾസ് ആയിരുന്നു. അപ്പം ESB, BPM, കേസ് മാനേജ്മെൻറ്റ്, ഈ പോർട്ടൽ ബിൽഡ് ചെയ്യാനുള്ള ടൂൾസ്. അപ്പോൾ ഈ 7 years ഐ വാസ് ഏബിൾ ടു വർക്ക് ഓൺ എ ലോട്ട് ഓഫ് ഡിഫറെൻറ്റ് പ്രോഡക്ട്സ് ബിക്കോസ് ഐ വാസ് പാർട്ട് ഓഫ് ദ R&D ടീം. അപ്പോൾ R&D ടീമിൻ്റെ മെയിൻ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഐഡിയ മാനേജ്മെൻറ്റ് കൊണ്ടുവരും, യു ടു റിസർച്ച് ഓൺ ഇറ്റ്, then you decide on what is the architecture, you build out, and then you transfer it to a team to productize it and take it to market. അപ്പം ആ ഒരു പ്രോഡക്റ്റ് ബിൽഡ് ഭയങ്കര എക്സ്പോഷർ ആയിരുന്നു. Then in 2007 I moved to the US. And I was doing more of pre-sales there. അപ്പം US എവിടെയായിരുന്നു? US സാൻ ഹോസെ, ബേ ഏരിയയിലായിരുന്നു. അപ്പം അത് വേറെ എക്സ്പോഷർ ആയിരുന്നു. കാരണം പ്രീ സെയിൽസ് സൈഡിൽ കുറേ എക്സ്പോഷർ കിട്ടി. ഐ വാസ് നോട്ട് like even now I don't think I'm
really good at sales. പക്ഷേ it gave me a lot of exposure there. പിന്നെ ഇസ്രായേലിൽ വി അക്വയർഡ് എ കമ്പനി, മൈ പ്രീവിയസ് കമ്പനി. അപ്പോൾ അവിടെ പോയി അവിടുത്തെ അതിൻ്റെ മേജേഴ്സും അതിൻ്റെ ടെക്നിക്കൽ ഇതും, ദാറ്റ് വാസ് ഓൾസോ എൻ എക്സ്പോഷർ. പിന്നെ ആഫ്റ്റർ ദാറ്റ് ഐ കെയിം ബാക്ക് ടു ഇന്ത്യ ആൻഡ് ദെൻ ഐ വാസ് പ്ലാനിങ് ടു മൂവ് ബാക്ക് ടു കൊച്ചിൻ. അപ്പം ഒരു 2007-8 വരെ എനിക്കൊരു കമ്പനി തുടങ്ങണം അങ്ങനൊരു ഐഡിയ ഇല്ലായിരുന്നു. ഓക്കെ. പിന്നെ യു എസിൽ വർക്ക് ചെയ്ത് തുടങ്ങി. അവിടുത്തെ എൻ്റെ ബോസൊക്കെ ആയിട്ട് വർക്ക് ചെയ്ത് വന്നപ്പോഴാണ് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്താൽ കൊള്ളാമെന്നൊരു 2009 ആ ടൈമിലാണ് ഫീലിങ്സ് ഒരു അങ്ങനത്തെ തോട്ട്സ് വരുന്നത്. പിന്നെ നാട്ടിലേക്ക് മാറണം എന്നൊരിത് വന്നപ്പോൾ ഐ മീൻ അറ്റ് ദാറ്റ് ടൈം 2012-2013 അന്ന് ഇവിടെ അത്രയും നല്ല സ്ട്രോങ് ആയിട്ട് ടെക് കമ്പനീസ് ഇല്ലായിരുന്നു. ഇറ്റ് വാസ് നോട്ട് മച്ച് ഓപ്പർച്യൂണിറ്റീസ് അറ്റ് ദാറ്റ് ടൈം. ആൻഡ് ദെൻ അറ്റ് ദ സെയിം ടൈം ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി വന്നു. സോ ഐ തോട്ട് ഐ മീൻ ഇറ്റ്സ് എ നൈസ് തിങ്. You can build your own team, you can build your own tech, you can stay in Cochin. And ഒരു എറണാകുളത്ത് നിന്നിട്ട് കേരളത്തിൽ നിന്നിട്ട് റിയലി കിക്ക് ആസ് ഒരു പ്രോഡക്റ്റ് ടെക് കമ്പനി ബിൽഡ് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഞാൻ കണ്ടു. സോ ഐ ടുക്ക് ഇറ്റ് ആൻഡ് ദെൻ മൂവ് ടു കൊച്ചിൻ ആൻഡ് ദെൻ സ്റ്റാർട്ടഡ്. സോ ദാറ്റ് വാസ് എ സ്റ്റാർട്ടപ്പ് primarily for the US food industry. And so we got seed funding, we built out the product, we started doing EAP, and then we want more money to expand. But there were some people interested. We thought it will happen, but then it kept on extending. പ്രൊഡക്റ്റ് ഉണ്ടാക്കി ആൻഡ് ഫണ്ട് റേസ് ചെയ്തു. പിന്നെ സ്കെയിൽ ചെയ്യണമെങ്കിൽ ഫണ്ട് കൂടുതൽ വേണമായിരുന്നു. ബട്ട് യു ഡിഡ്ന്റ് ഗെറ്റ് ദ ഫണ്ടിങ് നെക്സ്റ്റ് റൗണ്ട്. ഓക്കെ. അപ്പോൾ അങ്ങനത്തെ ഒരു സ്റ്റേജ് വന്നപ്പോൾ ഇറ്റ് വാസ് എ ടഫ് ഫേസ്. കാരണം വി റാൻ ഔട്ട് ഓഫ് മണി, we have to pay salaries. അപ്പോൾ then you understand, okay, if you have a company and you run out of money, you can like സർവീസ് ചെയ്യാലോ. No, you will run out of your savings. Right. I mean, അപ്പോൾ very tough time. അപ്പം അന്ന് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. വൺ ഇസ് ടു ക്ലോസ്, ഫോൾഡ് ദ കമ്പനി. ദ അതർ ഇസ് വേറൊരു പ്രോഡക്റ്റ് ചെയ്യാം. പക്ഷെ അതിന് വി ഡിഡ്ന്റ് ഹാവ് ക്യാഷ്. സോ ദ ക്യാഷ് ഇസ് എ പ്രോബ്ലം. പിന്നെ തേർഡ് വാസ് വി തോട്ട് വി ഹവ് ഗോട്ട് എ കിക്ക് ആസ് ലൈക്ക് പ്രോഡക്റ്റ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ്. നമ്മളെല്ലാവരും പ്രോഡക്റ്റ് എഞ്ചിനീയറിംഗ് വന്നതാണ്. അപ്പോൾ ആ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, നല്ല ടീമാണ്. സോ വി തോട്ട് ദർ മൈറ്റ് ബി കമ്പനീസ് ഹൂ വാണ്ട്സ് to build a product, who has got an idea, who has got money. Maybe they already have a product, they're successful, but they want to build an auxiliary product. അങ്ങനെ എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടാവും. സോ ഐ ടോൾഡ് ദ ടീം, വി ഓൾ ഡിസൈഡഡ് വി വിൽ പ്രോബ്ലി ട്രൈ ഫോർ 2-3 months where this will work. അപ്പം എനിക്കറിയാവുന്ന US വർക്ക് ചെയ്ത കൊളീഗ്സും ഫ്രണ്ട്സും നെതർലൻഡ്സിലുള്ളതും അങ്ങനെ എല്ലാവരും കോൺടാക്ട് എന്ന് തുടങ്ങി. അപ്പോൾ വി ഫേസ്റ്റ് ഗോട്ട് അപ്പ് ഒരു engagement from a friend of mine in the Netherlands. He was also my mentor, called Thijs Petter, exceptionally nice programmer as well. അപ്പോൾ പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഇസ്രായേലിൽ നിന്നൊരു എൻഗേജ്മെൻറ്റ് കിട്ടി. ദെൻ ഇറ്റ് സ്റ്റാർട്ടഡ് സ്പ്രെഡിങ് ത്രൂ വേർഡ് ഓഫ് മൗത്ത്. സോ വൺ ഫൗണ്ടർ വിൽ ടെൽ ദ അതർ, ഓക്കെ, ദേ ആർ റിയലി ഗുഡ്. ഇറ്റ്സ് നോട്ട് ലൈക്ക് നോർമൽ സർവീസസ് കമ്പനി, ദേ നോ ഹൗ ടു ഡു പ്രോഡക്ട്സ്. And they take it to their own. They take complete ownership and they build world class products. അത് സ്പ്രെഡ് ആവാൻ തുടങ്ങി. ആൻഡ് ദെൻ ഒരു ഫൗണ്ടർ വേറെ ഫൗണ്ടർ എടുത്ത് പറയും, അല്ലെങ്കിൽ വൺ ഓഫ് ദ കമ്പനീസ് ദാറ്റ് വി വർക്കിംഗ് വിത്ത് അവിടെ നിന്ന് ഒരാൾ വിട്ടിട്ട് ദേ വിൽ സ്റ്റാർട്ട് എ കമ്പനി. സോ ദെൻ ദേ വിൽ കം ടു us. In some cases the founder will go and tell his investor, right? They are really good, they are helping us build the product. So the investor will go and then introduce us to his portfolio companies. അങ്ങനെ we spread, and right now we are 420 engineers. ഇനീഷ്യലി ഒരു 5 yearsൻ്റെ ഒരു അവസ്ഥ എന്തായിരുന്നു? ലൈക്ക് അന്ന് 100 എംപ്ലോയീസിക്ക് ഗ്രോ ചെയ്യുന്ന അവസ്ഥ, ആ ഒരു സിറ്റുവേഷനിലേക്ക് പോവുകയാണെങ്കിൽ ഹൗ വാസ് ഇറ്റ് ദാറ്റ് ലൈക്ക്? അവിടെ ഒന്ന് ഈ പ്രോഡക്റ്റ് എൻജിനീയറിങ് ടാലൻറ്റ് കേരളത്തിൽ കിട്ടാനൊരു ഈവൻ നൗ ഇറ്റ്സ് ഡിഫിക്കൾട്ട്. അപ്പോൾ ദാറ്റ് വാസ് എ ചാലഞ്ച്. സോ വി യൂസ് ടു ലൈക്ക് try to get people who want to move back to Kerala. And what worked more for us is like recruiting from good colleges here and then training them there. And I think that was the biggest challenge. The other was
ഞങ്ങൾ ചെയ്തേക്കുന്ന 120 പ്രോഡക്ട്സ് ഈ 120 ഡിഫറെൻറ്റ് ഡൊമെയിൻസിലാണ്. ഒന്നും സെയിം ഇൻഡസ്ട്രി അല്ല അല്ലേ? സെയിം ഇൻഡസ്ട്രി അല്ല ഒന്നത്. രണ്ടാമത് ഈ ഇൻഡസ്ട്രി വേറെ ആയതുകൊണ്ടും പല പല ജോഗ്രഫീസ് ആയതുകൊണ്ടും അതിൻ്റെ ടെക് സ്റ്റാക്കും ഓരോ സ്ഥലത്തെ ആൾക്കാർ വർക്ക് ചെയ്യുമ്പോൾ അവരുടെ കൾച്ചറും ഇതെല്ലാം ഡിഫറെൻ്റാണ്. സോ ദാറ്റ് ഈസ് ഇൻ ഇറ്റ് സെൽഫ് ഇസ് എ ചാലഞ്ച്. കാരണം ഈവൻ ഫോർ ദ മാനേജ്മെൻറ്റ് ടീം, വി ഡോണ്ട് call it the management team, we call it the nucleus team. കാരണം we have got a very flat structure, but even for us ഇത്രയും ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് ഡൊമെയിൻസും വെറൈറ്റി ഓഫ് ടെക് അത് ബിൽഡ് ചെയ്യാനും മാനേജ് ചെയ്യാനും വാസ് ഐ മീൻ ദാറ്റ് വാസ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ചാലഞ്ച്. ആൻഡ് ഐ തിങ്ക് the real good thing that we built is that we did is we built the right culture. ആ ഒരു പ്രോഡക്റ്റ് ടെക് ഹബിന് വേണ്ട ഒരു culture, in the sense people are I mean they want to get things done. I mean they are open to learning new things, and everybody is like very passionate. They trust each other. I mean that is അപ്പം എൻ്റെ മുമ്പുണ്ടായിരുന്ന ബോസ് ഉണ്ട് യാൻബ എന്ന് പറഞ്ഞ്, പുള്ളി എപ്പോഴും ലൈക്ക് വെരി ക്ലോസ് വിത്ത് ഹിം ആൻഡ് ദി കോർ ടീം ആസ് വെൽ. അപ്പോൾ പുള്ളി എല്ലാവരുടെ പറഞ്ഞൊരു കാര്യമാണ്, ഫോർ എ പ്രോഡക്റ്റ് കമ്പനി വാട്ട് ഈസ് ഇമ്പോർട്ടൻറ്റ് ഇസ് you should be allowed to make mistakes. Right? So you can make mistakes, and then our police he actually took it from somebody else, but the statement that it tells is don't ask for permission, ask for forgiveness. Yes. Means right, and that is the culture that we have built as well. So ആ ഒരു ഡച്ച് കമ്പനിയായിട്ട് വർക്ക് ചെയ്തതും US പോയതും ആ ഒരു കൾച്ചറൽ ആസ്പെക്റ്റിൽ നിന്ന് ലൈക്ക് ബിക്കോസ് ടിപ്പിക്കൽ നമ്മുടെ ഇവിടുത്തെ ഒരു ടെക് കമ്പനിയിലെ കൾച്ചർ ഇസ് ലൈക്ക് വെരി ഡിഫറെൻറ്റ്. സോ ഐ തിങ്ക് ദാറ്റ് ഇസ് സംതിങ് ദാറ്റ് വി വർ ഏബിൾ ടു ഡു റൈറ്റ്, ആൻഡ് ഐ തിങ്ക് ദാറ്റ് ഇസ് വർക്ക് വണ്ടേഴ്സ് ഫോർ അസ് ആസ് വെൽ. ഓക്കെ, അപ്പോൾ നിങ്ങൾ പ്രൊഡക്റ്റ് കമ്പനിയായിട്ട് ആദ്യം സ്റ്റാർട്ട് ചെയ്തു, ബട്ട് റാൻ ഔട്ട് ഓഫ് മണി. ദെൻ സർവീസ് പ്രൊജക്ട്സ് ത്രൂ ദ നെറ്റ്വർക്ക് നമ്മൾ കണ്ടെത്തി ചെയ്തു. അപ്പോൾ ഈ പ്രൊഡക്റ്റ് കമ്പനി എന്തായിരുന്നു? ഗോ ബാക്ക് ടു ദ സ്റ്റോറി ഓഫ് പ്രൊഡക്റ്റ് കമ്പനി. പിന്നെ എങ്ങനെയാണ് കോ ഫൗണ്ടേഴ്സിനെ മീറ്റ് ചെയ്തെന്നുള്ളതും? അപ്പം എനിക്ക് വേറെ 4 കോ ഫൗണ്ടേഴ്സ് ഉണ്ട്. ഇവരെല്ലാവരും പല സമയത്ത് നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പം ഐ മീൻ ദ ബിഗ്ഗസ്റ്റ് അഡ്വാൻറ്റേജസ് വി know each other for last 14 to 25 years. Wow. We are very very close. ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പലതും പറയാതെ തന്നെ എല്ലാവർക്കും മനസ്സിലാവും. കാരണം എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലോണം അറിയാം, ഒരാളെങ്ങനെ ചിന്തിക്കണമെന്ന് അറിയാം. ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഒരാൾ അതെങ്ങനെ എടുക്കും, അതെങ്ങനെ ബിഹേവ് ചെയ്യും, അയാളുടെ തോട്ട് പ്രോസസ് എങ്ങനെയാണ്. അപ്പോൾ ആ ഒരു വളരെ ക്ലോസ്ലി നെറ്റ് ഗ്രൂപ്പാണ്. അപ്പോൾ ഇവരെല്ലാവരും പല പല ടൈമിൽ ഈ മുമ്പ് കോഡസിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. സോ വെരി ക്ലോസ് വിത്ത് ദം. കോഡസ് ഫസ്റ്റ് ജോബ് അല്ലേ? അപ്പോൾ ഈ ഫസ്റ്റ് ഈ ഫുഡ് ഇൻഡസ്ട്രികളിൽ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ അത് ഈ US FDA കുറേ റൂൾസ് ഉണ്ട്. അപ്പം ഒരു ഫുഡ് കമ്പനി ആണെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ സോസ് ഉണ്ടാക്കുന്ന കമ്പനി മാഗിയാണ്. അപ്പോൾ ഈ മാഗിക്ക് സോസ് ഉണ്ടാക്കാൻ വേണ്ടതിനാണ് ഇപ്പം ഗാർലിക്, ഓണിയൻ, ഇത് ഈ അവരുടെ പ്രോസസ്സിങ് യൂണിറ്റിലേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ കുറേ ടെസ്റ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് ഈ അവരുടെ പ്രോസസ്സിങ് യൂണിറ്റിൻ്റെ ഉള്ളിൽ അവിടെയും കുറേ ടെസ്റ്റ് ചെയ്യണം പല പല സ്ഥലങ്ങളിൽ. അത് മാൻഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ നിന്ന് നമ്മൾ ഷിപ്പ് ചെയ്യാൻ നേരത്തും ഈ ഷിപ്പ് ചെയ്യണ പ്രോസസ്ഡ് സാധനം ഉണ്ടല്ലോ അതും ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇതിനകത്ത് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പല സാധനങ്ങളും തന്നെ പല സപ്ലൈസിന് ഇടുന്നുണ്ട്. അപ്പോൾ അവർ ടെസ്റ്റ് ചെയ്യണം, മനസ്സിലായി. അപ്പോൾ ചില കേസിൽ ഒരു ലോങ് സപ്ലൈ ചെയിൻ ആയിരിക്കും. അപ്പോൾ ഇതിനകത്ത് എല്ലാവരും ടെസ്റ്റ് ചെയ്ത റിപ്പോർട്ടുകൾ ആവശ്യമുണ്ട്. അപ്പോൾ ഇതെല്ലാം മാനുവലാണ്. അപ്പോൾ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെസ്റ്റിങ്ങിന് വിട്ട് അത് ഫുൾ പ്രോസസ്സ് ചെയ്ത് അത് ഷിപ്പ് ചെയ്യും. അത് കഴിയുമ്പോഴായിരിക്കും അറിയണം അതിനകത്തുള്ള ടൊമാറ്റോയിൽ എന്തെങ്കിലും ബാക്ടീരിയൽ ഇതുണ്ടായിരുന്നു, മനസ്സിലായി. അപ്പോൾ പിന്നെ അത് റീകോൾ ചെയ്യേണ്ടി വരും. ചിലപ്പോൾ അത് ആരെങ്കിലും കഴിച്ച് പ്രശ്നമാവും. അപ്പോൾ നമ്മളിവിടുത്തെ പോലെ ഇവിടെ ഇപ്പോൾ ഒരാൾ എന്തെങ്കിലും അഡൾട്ടറേറ്റഡ് ഒരു പാല് പിടിച്ചു, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാൾ അത് കഴിച്ചിട്ടാണ് മരിച്ചെന്ന് പോലും നമ്മൾ കണ്ടുപിടിച്ച് തന്നെ വരില്ല. പക്ഷേ US അങ്ങനെയല്ല. US അത് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റി എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവർ റെപ്യൂട്ടേഷൻ പോകും. FDA വിൽ പ്രോബ്ലി കം ആൻഡ് ഷട്ട് ഇറ്റ് ഡൗൺ. ദ അതർ തിങ് ഇസ് റെപ്യൂട്ടേഷൻ പോകും. പിന്നെ കമ്പനി വിൽ നോട്ട് എക്സിസ്റ്റ്, നടക്കില്ല. അപ്പോൾ ആ ഫുൾ പ്രോസസ്സ് അക്രോസ് സപ്ലൈ ചെയിൻ സേഫ്റ്റി ഓട്ടോമേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള പ്രോഡക്റ്റാണ്.
and we thought there was a lot of value as well. And with the few customers that we tried with, I mean, they really liked it. പക്ഷേ നമുക്ക് ആ സമയത്ത് ഫണ്ടിങ് കിട്ടാനുള്ള ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അങ്ങനെ പോയി. ഓക്കെ, കോ ഫൗണ്ടേഴ്സ് ആരൊക്കെയാണെന്ന് പറയുകയാണെങ്കിൽ? കോ-ഫൗണ്ടേഴ്സ് പ്രശാന്ത് ഉണ്ട്, ഹീ ഈസ് ദ CT ഓഫ് ദ കമ്പനി. പിന്നെ ദീപക് ഉണ്ട്, ഹീ ഈസ് ദ CA ഓഫ് ദ കമ്പനി. അപ്പോൾ പിന്നെ ജിഷയും ശ്രീജ ഉണ്ട്. സോ ജിഷ ഇസ് ലുക്കിംഗ് അറ്റ് ദി എൻജിനീയറിങ് ആൻഡ് ശ്രീജ ഇസ് ലുക്കിംഗ് അറ്റ് ദ പ്രോഡക്റ്റ് സൈഡ്. അപ്പോൾ അങ്ങനെയാണ് ഇത് ചെയ്തേക്കുന്നത്. പക്ഷേ അങ്ങനെ സിൻസ് എ വെരി ക്ലോസ്, അങ്ങനെ സ്ട്രിക്റ്റായിട്ട് ലൈൻസ് ഒന്നുമില്ല. സോ ഇറ്റ്സ് നോട്ട് ലൈക്ക് ഒരാളിത് നോക്കുള്ളൂ, അങ്ങനെയില്ല. ഈവൻ എൻഗേജ്മെൻറ്റ്സ്, നമുക്കൊരു 25 എൻഗേജ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ വി ഡിവൈഡ് ഇറ്റ് എമോങ് അവർ സെൽസ്. അപ്പം ഞാൻ ചിലപ്പോൾ ഒരു 3-4 കസ്റ്റമേഴ്സായിട്ടായിരിക്കും ക്ലോസ്ലായിട്ട് ഇൻട്രാക്ട് ചെയ്യണം, വേറെ ഒരാൾ 4-5 കസ്റ്റമേഴ്സ് ഇൻട്രാക്ട് ചെയ്യണ്ടാവും, അങ്ങനെയാണ്. അപ്പോൾ എല്ലാം ആ ഒരു ലെവൽ ഓഫ് ട്രസ്റ്റ് ഉണ്ട് കയ്യിൽ. ഞാനൊരു AI ഫസ്റ്റ് പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് എന്നാണ് കണ്ടത്. അപ്പോൾ ആ AI ഫസ്റ്റിന് ഉദ്ദേശിക്കുന്നത് എന്താണ് ആക്ച്വലി? അപ്പോൾ അതിനകത്ത് 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ AI യൂസ് ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്യുന്നു. അപ്പം വാട്ട് വി ജനറലി സീ ഈസ്, കാരണം ഞങ്ങൾ ഫ്രം സ്ക്രാച്ച് ഡെവലപ്പ് ചെയ്യുന്നത് കൊണ്ട് ഒരു 20-50% പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ഉണ്ട് ഇഫ് യൂസ് AI ടൂൾസ്. അപ്പോൾ അതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു പ്രോഡക്റ്റ് ഇപ്പോൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ എന്തൊക്കെ AI ഫീച്ചേഴ്സ് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കണം. എന്തൊക്കെ നമുക്കൊരു പെയിൻ പോയിൻറ്റ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ നമ്മൾ AI കുത്തിക്കയറ്റാതെ വാട്ട് ക്യാൻ ബി ഡൺ ടു ആക്ച്വലി ഇംപ്രൂവ് ദ പ്രോഡക്റ്റ് ഫ്രം AI സൈഡ്. അപ്പോൾ ചിലപ്പോൾ റെക്കമെൻഡേഷൻ ആയിരിക്കാൻ മതി. അപ്പോൾ ആ ഒരു ആസ്പെക്റ്റ് ഉണ്ട്. പിന്നെ അപ്പോൾ അതിനകത്ത് തന്നെ ചിലപ്പോൾ കോറായിട്ടുള്ളതായിരിക്കും, ചിലപ്പോൾ LLM ആയിട്ട് ഇൻ്റഗ്രേഷൻ ആയിരിക്കും, അതായിരിക്കും. പിന്നെ മൂന്നാമത്തേന്ന് പറഞ്ഞാൽ ഈ AI ഏജൻസും ഏജൻറ്റിക് AI യൂസ് ചെയ്തിട്ട് പ്രോഡക്റ്റ് ബിൽഡ് ചെയ്യണം. അപ്പോൾ ഈ 3 ആസ്പെക്റ്റും വെച്ചിട്ടാണ് നമ്മൾ ഇപ്പോൾ എല്ലാ പ്രോഡക്റ്റും നമ്മൾ ബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഫുൾ എൻഡ് ടു എൻഡ് AI ഗെയിമാണ് നമ്മൾ AI ഫസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ യൂഷ്വലി ഇപ്പോൾ എല്ലാവരും ചെയ്യണമെന്ന് വെച്ചാൽ പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യും, അത് കഴിഞ്ഞ് ആലോചിക്കും എന്തെങ്കിലും AI ഇത് ചെയ്യാൻ പറ്റുമോ. നമ്മളങ്ങനെയുള്ള പ്രോഡക്റ്റ് ചെയ്യുമ്പോൾ തന്നെ അതിനകത്ത് എന്തൊക്കെ നമുക്ക് AI ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഇൻറ്റഗ്രേഷൻ ആഡ് ചെയ്യാൻ പറ്റും, എവിടെയൊക്കെ എന്തെങ്കിലും ഏജൻറ്റിക്ക് ഇത് കൊണ്ടുവരാൻ പറ്റുമോ. പിന്നെ ഡെവലപ്പ് ചെയ്യുമ്പോഴും ഓൾ ആസ്പെക്ട്സ്, അതിപ്പം UX ഡെവലപ്പ് ചെയ്യണമായിരിക്കാം, കോഡ് എഴുതണതിൽ ഇഷ്ടംപോലെ നമ്മൾ ടൂൾസ് യൂസ് ചെയ്യുന്നുണ്ട്. സെയിം തിങ് ഇപ്പം ടെസ്റ്റ് കേസ് എഴുതണതിൽ. അപ്പം ആ ഒരു ഫുൾ AI വെച്ചിട്ട് ഈ 3 ഏരിയാസിലും എന്തൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ്സ് ചെയ്യാൻ പറ്റുമോ, എന്തൊക്കെ, അതാണ് നമ്മളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കീ വാല്യൂലുള്ള കറണ്ട് ക്ലയൻസിനെ പറ്റി പറയുകയാണെങ്കിൽ ആരൊക്കെ ആയിരിക്കും? ഇപ്പോൾ ഒരു അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം നമ്മൾ 10-25 പ്രോഡക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഇപ്പോൾ പെൻസിൽ എന്ന് പറഞ്ഞ കമ്പനി ഉണ്ട്, അവർ വി ഹവ് ബീൻ വർക്കിംഗ് വിത്ത് ദം ഫോർ ദ ലാസ്റ്റ് 5 years. ദേ ആർ വൺ ഓഫ് ദ ബെസ്റ്റ് കമ്പനീസ് ഇൻ AI ജനറേറ്റഡ് ആഡ്സ്. അപ്പോൾ നമ്മളിപ്പം അവരുടെ അക്കൗണ്ട് എടുത്ത് യൂഷ്വലി യൂസ് ബൈ ലൈക്ക് ബിഗ് കമ്പനീസ് ആസ് വെൽ ആസ് ബിഗ് മാർക്കറ്റിംഗ് ഹൗസസ്. അപ്പോൾ ഒരു പെൻസിൽ അക്കൗണ്ട് എടുത്തിട്ട് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്ന പ്രോഡക്റ്റിൻ്റെ ലോഗോ, ഇമേജസ്, അതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും കോണ്ടൻറ്റ്, ഡോക്യുമെൻറ്റ്സ് എല്ലാം അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ദർ ഇസ് എൻ ഏജൻറ്റിക് ഫ്ലോ. അത് നമ്മൾ സാധാരണ ഒരു ആഡ് ചെയ്യാൻ നേരത്താണ് ഒരു സ്റ്റോറി ഡെവലപ്പ് ചെയ്യും. അതേപോലെ തന്നെ ഫസ്റ്റ് ഒരു സ്റ്റോറി ഡെവലപ്പ് ചെയ്യും. എന്നിട്ട് അത് വെച്ചിട്ട് എങ്ങനെയാണ് ഒരു ഇത് ജനറേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് എന്ത് പിക്ചറാണ് വേണ്ടത്, അല്ലെങ്കിൽ എന്ത് വീഡിയോ വേണ്ടത്, അതിന് എന്ത് ക്യാപ്ഷനാണ് വേണ്ടത്, അതിന് എവിടെയൊക്കെ ലോഗോ പ്ലേസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആ ഫുൾ പ്രോസസ്സിൽ പോയിട്ട് ഒരു സെറ്റ് ഓഫ് ആഡ്സ് ജനറേറ്റ് ചെയ്യും. എന്നിട്ട് വേറൊരു ഏജൻറ്റ് വന്നിട്ട് ചിലപ്പോൾ 10 ആഡായിരിക്കും ജനറേറ്റ് ചെയ്യണം. ഈ ജനറേറ്റ് ചെയ്ത 10 ആഡിൽ വിച്ച് വൺ ഹാസ് ഗോട്ട് എ പ്രോബബിലിറ്റി ടു ഡു വെൽ എന്നുള്ള പ്രെഡിക്റ്റ് ചെയ്യും. അപ്പോൾ അതിൽ നിന്ന് 1-2 സെലക്ട് ചെയ്യും. And another agent will come and then take this and publish it to different channels that you have configured. അപ്പം maybe Facebook, TikTok, Instagram push ചെയ്യും. And another agent actually looks at how this ads are performing in these different media. അപ്പോൾ എത്ര ക്ലിക്സ് വരുന്നുണ്ട്, എത്ര കൺവേർഷൻ വരുന്നുണ്ട്. ആൻഡ് ദിസ് ഈസ് അഗെയിൻ ഫെഡ് ബാക്ക് ടു ദി ഫസ്റ്റ് ആൻഡ് ഈ സെലക്ഷൻ ഏജൻറ്റ്. അപ്പോൾ അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഐ മീൻ നമ്മളൊന്ന് 5 വർഷം മുമ്പ് ചെയ്തപ്പോൾ ഇതിനകത്ത് കുറേ AI ലൈക്ക് ഫ്രം ഫണ്ടമെൻ്റൽ മോഡൽസ് ആയിരുന്നു. പക്ഷേ
ഓവർ ദ ഇയേഴ്സ് നമ്മളതെല്ലാം മാറ്റി, എല്ലാമല്ല മേജർ എല്ലാം മാറ്റി ഈ LLM ഇൻ്റഗ്രേഷൻ ചെയ്തു. ആൻഡ് ഐ തിങ്ക് ദാറ്റ് ഈസ് വൺ തിങ് ദാറ്റ് we started very early in AI. That is one example. പിന്നെ another example that I can take up is this company called Bureau. അവർ ഐഡൻറ്റിറ്റി സ്പേസിലാണ്. സോ പേരെന്തായിരുന്നു? ബ്യൂറോ ഓക്കെ. bureau.id ആണ് അവരുടെ വെബ്സൈറ്റ്. അപ്പം അതും നമ്മൾ ഫ്രം സ്ക്രാച്ചിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത പ്രോഡക്റ്റാണ്. ഐ മീൻ ആൻഡ് ഹാൻഡ് ഇറ്റ് ഓവർ. അപ്പോൾ അത് നമ്മളിപ്പോൾ ഒരു ഇ-കോമേഴ്സ് സൈറ്റിൽ പോയിട്ട് ഒരു സാധനം ക്യാഷ് ഓൺ ഡെലിവറി മേടിക്കുന്നതാണ്. ഓക്കെ. So then it will predict what are the chances that this person will actually pay. What is the risk? That was another interesting product that we did. Pinippam, if you look at the last 1.5 years, we are doing a lot of agentic AI and AI agent products. ഇപ്പം വേറൊരു ഇത് ചെയ്യണത് ഈ വലിയ കമ്പനീസിലൊക്കെ SOC ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. SOC. ഓക്കെ. അപ്പോൾ നമ്മൾ ബേസിക്കായിട്ട് പറയണമെങ്കിൽ നമുക്ക് കമ്പനിയിൽ നടക്കണ ഇതിൽ പല അലേർട്ട്സും വരും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പം ഇവിടെ കൊച്ചിയിൽ ആണ്, ഞാനിപ്പോൾ ഇവിടെ നിന്ന് ലോഗിൻ ചെയ്യുന്നത് രാവിലെ. ആൻഡ് സപ്പോസ് ദ സിസ്റ്റം സീസ് ദാറ്റ് ഐ ഓൾസോ ട്രൈ ടു ലോഗിൻ ഫ്രം സിംഗപ്പൂർ ഇൻ an hour. അപ്പോൾ ചാൻസസ് ആർ ദാറ്റ് ഇറ്റ് ഇസ് സംബഡി എൽസ്. ഓക്കെ. സോ ഇറ്റ് വിൽ റേസ് എൻ അലേർട്ട്. അപ്പോൾ ഇങ്ങനെ അലേർട്ട്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. എന്നിട്ട് ദർ ആർ സിസ്റ്റംസ് വെർ ദീസ് അലേർട്ട്സ് ആർ സ്റ്റോർഡ്. എന്നിട്ട് ഈ അലേർട്ട്സിൻ്റെ പ്രോബബിലിറ്റി ചാൻസസ് ദാറ്റ് ഐ മീൻ ദീസ് ആർ മോർ സിവിയർ അത് ലൈക്ക് ബബിൾ അപ്പ് ചെയ്യും. അതിനകത്ത് ആ സിവിയറിറ്റി കൂടുതലുള്ള അലേർട്ട്സ് ആക്ച്വലി SOC ഓപ്പറേറ്റേഴ്സ് വിൽ ആക്ച്വലി സി, എ പേഴ്സൺ വിൽ സി എന്താണ് ഇത് ആക്ച്വലി സെക്യൂരിറ്റി ഒരു പ്രോബ്ലമാണോ. അപ്പോൾ ഇങ്ങനത്തെ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ ഒരു പോസിബിലിറ്റി എന്ന് വെച്ചാൽ ഞാൻ ഒരു സിംഗപ്പൂരിലൊരു സെർവറിലേക്ക് VPN ചെയ്തു. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് ലോഗിൻ ചെയ്തു. അപ്പോൾ അവിടെ നിന്ന് ലോഗിൻ ചെയ്തിട്ട് കാണിച്ചു നാച്ചുറലി. അല്ലെങ്കിൽ someone else got your login details and from Singapore. അതെ. അപ്പോൾ ഇത് ചെക്ക് ചെയ്യണത് സേഫ് ആണെന്ന് ചെക്ക് ചെയ്യണത് നോക്കണത് ഓക്കെ നിങ്ങൾ അങ്ങോട്ട് ലോഗിൻ ചെയ്തിട്ടുണ്ടോ, VPN വെച്ച് കണക്ട് ചെയ്തിട്ടുണ്ടോ. ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ അടുത്ത ആളുടെ ചോദിക്കും ഇങ്ങനെ ഇത് നടന്നിട്ടുണ്ട് ചാറ്റിൽ, മനസ്സിലായി. എന്നിട്ട് പിന്നെ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യും. മിക്കവാറും അക്കൗണ്ട് ബ്ലോക്ക് ചെയ്തിട്ടായിരിക്കും ചോദിക്കണം. അപ്പം ഇത്രയും ഓപ്പറേഷൻസ് ചെയ്യണം. അപ്പോൾ ഇത് ഓട്ടോമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏജൻറ്റ്. അപ്പം അത് ഐ മീൻ വി ഹവ് ഓൾറെഡി ബീൻ ബിൽഡിങ് ഇറ്റ് ഫോർ ലാസ്റ്റ് 2.5 months. ഇപ്പം ലൈക്ക് ലാസ്റ്റ് വീക്ക് വി റിലീസ്ഡ് ഇറ്റ്. ഐ മീൻ വി ആർ ഡിപ്ലോയിങ് ഇറ്റ് അറ്റ് എ കസ്റ്റമേഴ്സ് പ്ലേസ്. അപ്പോൾ അതൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ഇതാണ്. പിന്നെ വേറൊരു ഏജൻറ്റിക്ക് ഇത് ചെയ്യണത് ഇസ് എ AI ട്വിൻ. ഓക്കെ. അപ്പം ഫെലിക്സ് ഇപ്പം ഇത്രയും പോഡ്കാസ്റ്റ് ചെയ്യുന്നുണ്ട്. ഫെലിക്സിൻ്റെ കുറേ ടോക്സ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ അതിന് ലിങ്ക് കൊടുത്തു കഴിഞ്ഞാൽ, ഐ മീൻ ഇപ്പോൾ ലിങ്ക്ഡിൻ്റെ ലിങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇത് പോയി ഇതെല്ലാം സ്ക്രേപ്പ് ചെയ്തിട്ട് ഇറ്റ് വിൽ സ്റ്റഡി യുവർ തോട്ട്സ്, ഹൗ യു തിങ്ക്, റൈറ്റ്. ആൻഡ് ദെൻ ഇറ്റ് വിൽ മേക്ക് എ AI ട്വിൻ ഓഫ് ഫെലിക്സ്. അപ്പോൾ ഫെലിക്സിൻ്റെ സംസാരിക്കുന്നതിന് പകരം എനിക്ക് ആ AI ട്വിൻ്റെ സംസാരിക്കാം. അപ്പോൾ നമുക്ക് ചോദിക്കാം ഓക്കെ ഈ KPH ഇങ്ങനൊരു കാര്യം ചെയ്യാനെ കുറിച്ച് ഫെലിക്സ് എന്ന അഭിപ്രായം ട്വിൻ്റെ അടുത്ത് ചോദിക്കാം. അപ്പോൾ just like how I respond, the AI responds. the AI twin will respond. ഇത് എനിക്കൊരു കുറേ മെസ്സേജ് വരുന്നുണ്ട് ഈ പോഡ്കാസ്റ്റ്. കുറേ ആൾക്കാർ മെസ്സേജ് അയക്കുന്നുണ്ട് എങ്ങനെ പ്രൊഡക്റ്റ് ഉണ്ടാക്കാം, ഐഡിയ ഉണ്ടാക്കാം, മെസ്സേജസ് വരും. അപ്പോൾ ഈ ട്വിന് കൊടുത്താൽ മതിയല്ലോ. അതെ, ട്വിൻ കൊടുത്താൽ മതി. എന്നിട്ട് ട്വിന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ വരുമ്പോഴത്തേക്കും ഇറ്റ് വിൽ ഫോർവേഡ് യുവർ മെസ്സേജ് ആൻഡ് ദെൻ യു ക്യാൻ ആക്ച്വലി സ്പീക്ക് ടു ദ പേഴ്സൺ. ഇത് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ ഇത്? അതെ. ആൻഡ് ഇറ്റ്സ് ലൈവ് ഓൾറെഡി. അപ്പം പീപ്പിൾ ആർ സ്റ്റാർട്ട് യൂസിങ്. ദർ ഓൾറെഡി ലൈക്ക് 1000 people on it. പേരെന്താ പ്രൊഡക്റ്റിൻ്റെ? വൈസ്ലി. ഓക്കെ. അപ്പോൾ അങ്ങനെ കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നമ്മൾ ഈ പ്രോഡക്ട്സ് ചെയ്യാനുണ്ട്. എല്ലാം നല്ല കട്ടിങ് എഡ്ജ് ആയിട്ടുള്ള, നോട്ട് ഫ്രം ടെക്നോളജി വൈസ് ബട്ട് ഓൾസോ ഫ്രം ദ ഐഡിയ ആൻഡ് ലൈക്ക് ഹൗ ഇറ്റ് ഇസ് എക്സിക്യൂട്ടഡ്. യൂഷ്വലി സർവീസ് കമ്പനികൾ ചെയ്യുമ്പോൾ ഓക്കെ ഒന്നെങ്കിൽ ഏതെങ്കിലും ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഇ-കൊമേഴ്സ് ചെയ്യുക എന്നുള്ളതിന് ആണല്ലോ യൂഷ്വലി ചെയ്യുക. അപ്പോൾ അതിന് പുറമേ ആയിട്ട് യു ആർ ഓപ്പറേറ്റിംഗ് ഇൻ എ ഡിഫറെൻറ്റ് ലെവൽ. അപ്പോൾ ആ ഒരു ഫണ്ടമെൻ്റലി ആ ഒരു കൈൻഡ് ഓഫ് വർക്കിന് തേടി പോവുക. ഇസ് ഇറ്റ് ലൈക്ക് ഈസി മണി ആണോ അല്ലെങ്കിൽ മോർ ഓഫ് അവിടെ കുറച്ച് ചാലഞ്ചിങ് പ്രോബ്ലംസ് ഉണ്ട്? വാട്ട് ആക്ച്വലി മോട്ടിവേറ്റ്സ് കീ വാല്യൂ ഫ്രം ഡൂയിങ് ദാറ്റ്? മെയിൻ തിങ് is a type of work, right? Because you really get എന്താ പറയുക pumped up. കാരണം നമ്മളൊരു സർവീസ് ഇത് ചെയ്യുമ്പോൾ എന്താണ്, നമ്മളൊരു കസ്റ്റമറുടെ അടുത്ത് പോയി പുള്ളി പറയാം എനിക്കൊരു ഇങ്ങനൊരു സാധനം വേണം,
അല്ലെങ്കിൽ ഇങ്ങനെ ഇൻറ്റഗ്രേഷൻ വേണം, നമ്മളത് മനസ്സിലാക്കി ഡീറ്റെയിൽ സ്റ്റഡി ചെയ്തിട്ട് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യണം. പക്ഷേ ഒരു പ്രോഡക്റ്റ് ചെയ്യുമ്പോഴത്തേക്കും അങ്ങനെയല്ല. പ്രോഡക്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ഫസ്റ്റ് തിങ് യു ഹാവ് ടു ഐഡൻറ്റിഫൈ വാട്ട് ദ പ്രോബ്ലം ഇസ്, റൈറ്റ്? അപ്പോൾ യു ഹാവ് ടു ബ്രിങ് ഇൻ സം വാല്യൂ ഫോർ ദ കസ്റ്റമർ. അപ്പോൾ വാല്യൂ എന്ന് പറയുമ്പോഴത്തേക്കും ഒന്നല്ലെങ്കിൽ ഒരു പെയിൻ പോയിന്റ് സോൾവ് ചെയ്യണം, അല്ലേ? ഇല്ലെങ്കിൽ യു ഹാവ് ടു ഇംപ്രൂവ് പ്രൊഡക്ടിവിറ്റി, ഇല്ലെങ്കിൽ യു ഹാവ് ടു കട്ട് കോസ്റ്റ്. അങ്ങനെ എന്തെങ്കിലും രീതിയിൽ യു ഹാവ് ടു ആഡ് വാല്യൂ ടു ദ കസ്റ്റമർ. അപ്പോൾ അത് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ യു നീഡ് ടു ഹാവ് ദറ്റ് കസ്റ്റമർ ഒബ്സഷൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് പ്രോബ്ലം ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇത് നമുക്ക് സോൾവ് ചെയ്യാമെന്ന് വെച്ചാൽ, പക്ഷേ അത് എങ്ങനെ സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കസ്റ്റമറായിട്ട് അത്രയും ക്ലോസ് ആയിരിക്കണം, നമ്മൾ പുള്ളിയായിട്ട് അത്രയും ഫീഡ്ബാക്ക് എടുക്കണം, നമ്മൾ പ്രോഡക്റ്റ് ബിൽഡ് ചെയ്യണം. അപ്പോൾ അത് ചെയ്യുമ്പോഴത്തേക്കും വി ഷുഡ് ഓൾസോ സ്റ്റഡി ദ മാർക്കറ്റ്. ഇതേപോലത്തെ വേറെ കസ്റ്റമേഴ്സിന് സംസാരിക്കണം. ആൻഡ് ദെൻ യു ഹാവ് ടു ഓൾസോ ഡു ഇറ്റ് സോ ദാറ്റ് ഇറ്റ് ഇസ് സ്കേലബിൾ. മനസ്സിലായില്ലേ? അപ്പോൾ അത് വേറൊരു കിക്കാണ്. അപ്പോൾ ഐ തിങ്ക് ദാറ്റ് ഇസ് വാട്ട് ഡ്രൈവ്സ് അസ്. ഓക്കെ, വെയിറ്റ് സ്കിപ്പ് ചെയ്യരുത്, ഇതൊരു ആഡ് അല്ല. KPH എന്ന കമ്മ്യൂണിറ്റി തുടങ്ങിയിട്ട് 8ഓളം കൊല്ലമായി നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ പല ഫൗണ്ടേഴ്സും ബിൽഡ് ചെയ്യുന്ന പ്രോഡക്ട്സ് $multi-million ഓഫ് റവന്യൂ ആണ് ഇപ്പോൾ എത്തിക്കിട്ടുള്ളത്. ലാസ്റ്റ് 1 ഇയറിലാണ് നമ്മൾ പോഡ്കാസ്റ്റ് രീതിയിൽ പല ആൾക്കാർക്ക് എത്തുന്നത്. പക്ഷേ ഓവർ ദി ഇയേഴ്സ് നല്ല കിട്ടുന്ന പ്രോഡക്ട്സ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ KPH മാഫിയ എന്ന് പറഞ്ഞ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലാസ്റ്റ് 3 months ആയിട്ട് 50ഓളം പ്രോഡക്ട്സ് ആണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അതും ഈ 2025 മാത്രമായിട്ട് 50ഓളം പ്രോഡക്ട്സ് ആണ് ലോഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ വിത്ത് ദ യൂസ് ഓഫ് AI ആൻഡ് എവറിത്തിങ് നല്ല കിടിലൻ പ്രൊഡക്റ്റും നല്ല യൂസ് കേസും പറഞ്ഞിട്ടുള്ള നല്ല പ്രൊഡക്ട്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് തിങ്സ് ആർ ഗോയിങ് ടു ബി റിയലി റാപ്പിഡ് ഫ്രം ഹിയർ ഓൺ. KPH എന്ന കമ്മ്യൂണിറ്റി ഒരുപാട് ഇവന്റ്സ് ഹോസ്റ്റ് ചെയ്യാറുണ്ട്, മീറ്റപ്പ് ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട്, മാസ്റ്റർ ക്ലാസ് ഹോസ്റ്റ് ചെയ്യാറുണ്ട്, VC ഡിന്നേഴ്സ് ഹോസ്റ്റ് ചെയ്യാറുണ്ട്. എല്ലാ ഇവന്റും ഹോസ്റ്റ് ചെയ്യുമ്പോൾ വൺ തിങ് വി ഗെറ്റ് ആസ്ക്ഡ് എ ലോട്ട്, ഹാക്കത്തോൺ. എന്നാണ് KPH ഒരു ഹാക്കത്തോൺ ഹോസ്റ്റ് ചെയ്യുന്നത്? ഫെയർ ക്വസ്റ്റ്യൻ, ദ ടൈം ഈസ് നൗ. വി ആർ ഹോസ്റ്റിംഗ് എ ഹാക്കത്തോൺ. സാധാ ഒരു ഹാക്കത്തോൺ പോലെയല്ല. 2-3 days ഫുഡ് കഴിച്ച് പിന്നെ പ്രസന്റേഷൻ സ്കില്ല് ബേസിൽ പ്രൈസ് മണി മേടിച്ച് പിന്നെ പ്രൊഡക്റ്റ് ചവിട്ടുകൊട്ടയിൽ ഇട്ടുന്ന ഒരു ഹാക്കത്തോൺ അല്ല. ഇതിൽ ആക്ച്വൽ പ്രൊഡക്ട്സ് ആയിട്ട് ലോഞ്ച് ചെയ്ത് പൊട്ടൻഷ്യലി റവന്യൂ ജനറേറ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഈ ഹാക്കത്തോൺ ഓർഗനൈസ് ചെയ്യുന്നത്. ആൻഡ് വി ആർ ഇൻവൈറ്റിംഗ് യു ടു KPH ഹാക്കത്തോൺ. ഒരു പക്ഷേ കേരളത്തിലെ നാളത്തെ $10-100 million റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന പ്രൊഡക്ട്സ് ഈ ഒരു ഹാക്കത്തോണിൽ നിന്നുണ്ടായിരുന്നു വരാം. KPH ഹാക്കത്തോണിൽ മെന്റേഴ്സ് ആയിട്ട് വരുന്നുള്ളത് നമ്മുടെ പോഡ്കാസ്റ്റ് ഗസ്റ്റും പിന്നെ ആക്ച്വൽ പ്രൊഡക്റ്റ് ഉണ്ടാക്കി റവന്യൂ ജനറേറ്റ് ചെയ്തിട്ടുള്ള $multi-million ഫൗണ്ടേഴ്സ് ആണ് നേരിട്ട് മെന്റർ ചെയ്യാൻ പോകുന്നത്. സോ ദിസ് വിൽ ബി ദി ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ഇൻ യുവർ ലൈഫ്. ബിൽഡ്, സ്കെയിൽ ആൻഡ് ഗ്രോ യുവർ പ്രൊഡക്റ്റ്. KPH ഹാക്കത്തോൺ. ഓക്കെ, നിങ്ങൾ വേറെ ഏതൊക്കെ പ്രൊഡക്റ്റ് ഡൊമൈൻസ് ആണ് ഓപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്? അപ്പോൾ നമ്മളിപ്പം കുറേ ഫിൻടെക് ചെയ്തിട്ടുണ്ട്. ഫിൻടെക് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ വർക്ക് ചെയ്യണ സ്കാൻപേ എന്ന് പറഞ്ഞിട്ടൊരു US ഒരു പേയ്മെൻറ്റ് ഇതാണ്. അത് ബേസിക്കലി ഗിഗ് വർക്കേഴ്സിന് വേണ്ടിയിട്ടാണ്. അപ്പം ഈ US ഇപ്പോൾ പ്ലംബേഴ്സ് അങ്ങനെ വീട്ടിൽ വന്ന് വർക്ക് ചെയ്യണ എല്ലാ ടൈപ്പ് ആൾക്കാർക്കും എന്നുവെച്ചാൽ അവിടെ കൂടുതൽ ക്യാഷ് പേ ചെയ്യണത് വളരെ കുറവാണ്. യു ഹാവ് ടു യൂസ് കാർഡ് ഓർ ആപ്പിൾ പേ എന്തെങ്കിലും. അപ്പോൾ നമ്മൾ ഒരാളവിടെ പോയി കഴിഞ്ഞാൽ അത് ക്യാഷ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പേയ്മെൻറ്റ് മെക്കാനിസമാണ്. അപ്പോൾ അത് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ മെസ്റ്റ എന്ന് പറഞ്ഞാൽ മെസ്റ്റ ഫിനാൻസ് ഇത് ചെയ്യുന്നുണ്ട്. അത് ക്രോസ് ബോർഡർ പേയ്മെൻറ്റ്സും ക്രിപ്റ്റോ ഇതാണ്. അപ്പോൾ അത് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ നാനോവസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇന്തോനേഷ്യൻ ഒരു സ്റ്റാർട്ടപ്പ് ചെയ്യുന്നുണ്ട്. അഗൈൻ ട്രേഡിങ് ആൻഡ് ക്രിപ്റ്റോ. പിന്നെ നമ്മൾ ടാക്സിപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ക്രിപ്റ്റോ ടാക്സേഷൻ്റെ ഒരു പ്രോഡക്റ്റ് ചെയ്തായിരുന്നു. പിന്നെ ഡൂരിയൻ പേ എന്ന് പറഞ്ഞിട്ടൊരു പേയ്മെൻറ്റ് അഗ്രിഗേറ്റർ പ്രോഡക്റ്റ് ചെയ്തായിരുന്നു, ഓൾസോ ഇന്തോനേഷ്യ. പിന്നെ നമ്മുടെ ഇപ്പോൾ സ്വന്തം പ്രോഡക്റ്റ് ഉണ്ട്, കോഫി. ഇറ്റ് ഈസ് പ്രൈമർലി ഫോർ ചെറിയ സ്കൂൾസ്, ട്യൂഷൻ സെൻറ്റേഴ്സ്, അങ്ങനെ എല്ലാ റെക്കറിങ് പേയ്മെൻറ്റ്സ് കളക്ട് ചെയ്യണ എന്ത് ടൈപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനും യൂസ് ചെയ്യാൻ പറ്റാവുന്ന ഒരു പ്രോഡക്റ്റാണ്. അപ്പം കോഫി സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പേയ്മെൻറ്റ് കളക്ട് ചെയ്യുന്ന ആൾക്കാരുടെ ഡീറ്റെയിൽസ് ആഡ് ചെയ്യാം. അവർക്ക് എന്ത് ഡേറ്റ് എന്ന് പറഞ്ഞാൽ ആ ഡേറ്റിൽ ദേ വിൽ ഗെറ്റ് ലിങ്ക് ടു പേ. പിന്നെ അത് പേ ചെയ്തില്ലെങ്കിൽ റിമൈൻഡേഴ്സും അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പോൾ ഫിൻടെക് ഇസ് വൺ തിങ് ദാറ്റ് ആണ്. പിന്നെ നമ്മൾ ചെയ്യണത് കുറേ റെഗുലേറ്ററി ടെക് ചെയ്യുന്നുണ്ട്. റെഗുലേറ്ററി ടെക് എന്ന് പറഞ്ഞാൽ ഇപ്പം ഒന്ന് ഈ GDPR കംപ്ലയൻസിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ചെയ്യുന്നുണ്ട്. അത് it's for the European market. They have been a customer with us for last from the day we started, 9 years, almost 9 years ആയിട്ട് വർക്ക് ചെയ്യുന്നവരായിട്ട്. അത് പ്രൈവസി പെർഫെക്റ്റ് എന്നിട്ടൊരു ഒരു കമ്പനിയാണ്. പിന്നെ ഇന്തോനേഷ്യയിൽ ടാക്സേഷൻ ഹാൻഡിൽ ചെയ്ത ഓൺലൈൻ പ്രൊജക്ട്സ് ഉണ്ട്. അപ്പോൾ അവരുടെ പ്രോഡക്റ്റ് നമ്മൾ ബിൽഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളിപ്പോൾ ഒരു സസ്റ്റൈനൻസിൻ്റെ പ്രോഡക്റ്റ് ഉണ്ട്. അത് പ്യുവർ ഗവേണൻസ് അല്ല, കൂടുതലും സസ്റ്റൈനൻസ് ആണ്. ഓൾസോ
ഫ്രം കീ വാല്യൂ. ഇറ്റ് ഇസ് ഗെറ്റിംഗ് റിലീസ് ഇൻ എ മന്ത്സ് ടൈം. ഓ പേരെന്താ? സസ്റ്റെയിൻ ഫുഡ് ആയിരിക്കും. അപ്പോൾ അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഫുഡ് ഇൻഡസ്ട്രിയിലാണ്, ബട്ട് വിൽ പ്രോബ്ലി എക്സ്പാൻഡ് അവർ ഇൻഡസ്ട്രീസ് ആസ് വെൽ. അപ്പോൾ ഈ US സസ്റ്റനൻസ് ഒരു ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ഒരു ഇതാണ്. അപ്പോൾ നമ്മളൊരു കമ്പനിയാണെങ്കിൽ നമ്മൾ എന്തോരം വാട്ടർ പൊല്യൂഷൻ ചെയ്യാനുണ്ട്, എന്തോരം അങ്ങനെ ഒരു 8-10 ആസ്പെക്ട്സ് ഉണ്ട്. അത് നമ്മൾ മാത്രമല്ല നമ്മുടെ സപ്ലയേഴ്സും യു ഹവ് ടു ഓൾസോ ട്രാക്ക് ദെയർ സസ്റ്റനൻസ്. അപ്പം അത് ഫുൾ ട്രാക്ക് ചെയ്യണം ഫോർ യുവർ കമ്പനി ആസ് വെൽ ആസ് ഫോർ യുവർ സപ്ലയേഴ്സ്. അപ്പം നമ്മൾ ഏതൊക്കെ ഏരിയാസിൽ നന്നായിട്ട് ചെയ്യണം, ഏതൊക്കെ നമ്മുടെ സപ്ലയേഴ്സ് നന്നായിട്ട് ചെയ്യണം, സപ്ലയേഴ്സിൽ ആരൊക്കെയാണ് ഈ നമ്മുടെ വെച്ചേക്കുന്ന സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്യാത്തത്, അത് ഫുള്ളും അനലൈസ് ചെയ്യാനും ഇത് ചെയ്യാനുള്ള ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ അത് ചെയ്യാനുണ്ട്. പിന്നെ നമ്മൾ എട്ടൊക്കെ കുറേ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കോലർ എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ് ഉണ്ട് ഇൻഡോനേഷ്യ. ദേ വൺ ഓഫ് ദ ബെസ്റ്റ് എടെക് പ്രോഡക്ട്സ് ഇൻ ഇൻഡോനേഷ്യ. അത് എൻഡ് ടു എൻഡ് നമ്മൾ ചെയ്യണം. പിന്നെ ഇഫ് യു ലുക്ക് അറ്റ് ഇ-കോമേഴ്സ്, നമ്മൾ ഈ ഷോപ്പിഫൈ, മജന്തോ അങ്ങനെ സ്ട്രേറ്റ് ജാക്കറ്റ് ഇ-കോമേഴ്സ് ചെയ്യാറില്ല. നമ്മൾ ചെയ്യണം ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോംസ് ആണ്. അപ്പോൾ അത് നമ്മൾ 3-4 ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോംസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കമ്പനി കോൾഡ് ഊല ഇൻ ഇൻഡോനേഷ്യ. അത് ഒരു ഇ-കോമേഴ്സ് മാർക്കറ്റ് പ്ലേസ് ആണ്. ഓൾസോ അനദർ ഇ-കോമേഴ്സ് മാർക്കറ്റ് പ്ലേസ് ഇൻ വിയറ്റ്നാം. അപ്പോൾ അങ്ങനെ കുറേ പ്രോഡക്ട്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റോബോട്ടിക് സ്പേസിൽ ചെയ്യുന്നുണ്ട്, കവം റോബോട്ടിക്സ്. അപ്പോൾ ഫിസിക്കൽ എയും അങ്ങനെ ഇത് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ സെക്യൂരിറ്റി സ്പേസിൽ 1-2 പ്രോഡക്ട്സ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ സ്കൈഡ എന്ന് പറഞ്ഞ പ്രോഡക്റ്റും അങ്ങനെ പ്രോഡക്ട്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇഷ്ടംപോലെ ഇപ്പോൾ ഈ പെൻസിൽ എടുത്തു കഴിഞ്ഞാൽ അത് മാർക്കറ്റിംഗ് ടെക്കാണ്. മാർക്കറ്റിംഗ് ടെക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഹെൽത്ത് ചെയ്യുന്നുണ്ട്. ഇപ്പം സെനിയം എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് ഉണ്ട്, ദാറ്റ് ഇസ് ഔട്ട് ഓഫ് സിംഗപ്പൂർ. അവർ ഈ ദി സ്റ്റാർട്ടഡ് വിത്ത് അലൈനേഴ്സ്, ഇൻവിസിബിൾ അലൈനേഴ്സ്. അപ്പോൾ US ഇൻവിസലൈൻ എന്ന് പറഞ്ഞ കമ്പനിയുണ്ട്. സംതിങ് സിമിലർ ഫോർ ദ സൗത്ത് ഏഷ്യൻ മാർക്കറ്റ്. അപ്പോൾ അവരുടെ ഇതാണ്, നമ്മൾ അവരുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ടെൽ യു അവരുടെ അലൈനേഴ്സ് വെച്ചിട്ടത് മാറ്റാൻ പറ്റുമോ, ടീത്തിൻ്റെ. എന്നിട്ട് അവർ മാറ്റാൻ പറ്റുമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ഗോ ടു വൺ ഓഫ് ദർ ക്ലോസസ്റ്റ് ഡെൻറ്റിസ്റ്റ്. അവരൊരു ഫുൾ എക്സ്റേ എടുക്കും. അത് കഴിഞ്ഞ് ദേ വിൽ സെൻഡ് യു എ സെറ്റ് ഓഫ് അലൈനേഴ്സ്. നമുക്ക് പിന്നെ ഡെൻറ്റിസ്റ്റ് അടുത്ത് പോകേണ്ട ആവശ്യമില്ല, അലൈനേഴ്സ് അയച്ചു തരും. അപ്പോൾ അത് പ്രോഗ്രസീവ് ആണ്. അപ്പം 2 ആഴ്ച ഒരു അലൈനർ ഇടും, അടുത്തത് 2 ആഴ്ച മാറ്റും. അങ്ങനെ ഇറ്റ് ഡിപ്പെൻസ്. ചിലവർക്ക് അത് 3 മാസം, ചിലർക്ക് 6 മാസം. അപ്പോൾ ആ ഫുൾ സെറ്റ് അലൈനേഴ്സ് അവർ മേക്ക് ചെയ്ത് അയച്ചു തരും. എന്നിട്ട് ഫുൾ ട്രാക്കിംഗ് ഹാപ്പൻസ് ത്രൂ ദ ആപ്പ്. ഇന്ത്യയിലുണ്ടോ ഇത്? ഇല്ല, ഇവർ ഇന്ത്യയിലില്ല. ഇന്ത്യയിൽ പക്ഷേ വേറെ 2 കമ്പനികളുണ്ട്. വൺ കമ്പനി ഈസ് കോൾഡ് ടൂത്സി. ദ അതർ കമ്പനീസ് വാസ് കോൾഡ് സ്മൈൽ. ദേ നൗ ചേഞ്ച് ദ നെയിം ടു ഡേസി. അപ്പോൾ 2 പ്ലേയേഴ്സ് ഉണ്ട് ഓൾറെഡി. ആപ്പ് ബേസ്ഡ് ട്രാക്ക് ചെയ്യാൻ പറ്റും അല്ലേ, ആ ഒരു ചേഞ്ച് ഇമ്പ്രൂവ്മെൻറ്റ്? അതെ. അപ്പോൾ അതിലും ഈ കുറേ AI വിഷൻ ഇതെല്ലാം ഉണ്ട്. നമ്മൾ ആദ്യം ഫോട്ടോ എടുക്കുമ്പോഴും നമുക്കത് അപ്പുറത്ത് ആളെ നോക്കി സജസ്റ്റ് ചെയ്യുന്നല്ല, AI ആണ് സജസ്റ്റ് ചെയ്യുന്നത് അല്ലേ? ഞാൻ വിചാരിച്ചു പെട്ടെന്ന് ഒരു 90-95% AI പറയും. ചില കേസിൽ AI പറയും ഇത് പറ്റില്ല എന്ന് പറയും. ചില കേസിൽ AI പറയും ഐ മീൻ ഇറ്റ്സ് നോട്ട് വെരി ക്ലിയർ, മേ ബി 3-4% കേസസ്. ആ കേസിൽ മാത്രം ഡെൻറ്റിസ്റ്റ് നോക്കിയിട്ട് പറയും ഇത് ചെയ്യാൻ പറ്റുമല്ലോ. ബട്ട് 95% ഹാപ്പൻസ് ഓട്ടോമാറ്റിക്കലി. അപ്പോൾ വേറെ ഏതൊക്കെ ഇൻട്രസ്റ്റിംഗ് പ്രൊഡക്ട്സ് ഉണ്ട് നിങ്ങൾ ചെയ്തിട്ടുള്ളത്? എൻ്റെ വേറെ ക്വസ്റ്റൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ പ്രൊഡക്ട്സ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ടിപ്പിക്കലി ആ ഒരു സൈഡിൽ ഉള്ള ഫൗണ്ടേഴ്സ് ആയിട്ടാണ് വർക്ക് ചെയ്യണത്, അല്ലെങ്കിൽ ഹൂ ഡു യു വർക്ക് വിത്ത് വെൻ യു കം ടു പ്രൊഡക്റ്റ് വർക്കിംഗ് വിത്ത് ദം? യൂഷ്വലി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മോസ്റ്റ് ഓഫ് ദീസ് കമ്പനീസ് ദേ ഡോണ്ട് ഹാവ് എൻ എഞ്ചിനീയറിംഗ് ടീം ഓഫ് ദെയർ ഓൺ. ഓക്കെ. സോ അപ്പോൾ നാച്ചുറലി വിൽ ബി വർക്കിംഗ് വിത്ത് ദ ഫൗണ്ടേഴ്സ്. അപ്പോൾ അതും ടീമിന് ഭയങ്കര എക്സ്പോഷറാണ്. ഇറ്റ്സ് എക്സ്പോഷർ ഫ്രം എ ടെക് സൈഡ്, ഇറ്റ്സ് എക്സ്പോഷർ ഫ്രം ഒരു ഫൗണ്ടർ എങ്ങനെ ചിന്തിക്കണത്, അവരുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ബിക്കോസ് യു വർക്ക് ലൈക്ക് പാർട്ട് ഓഫ് ദ സ്റ്റാർട്ടപ്പ്. ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. പിന്നെ ടെക് സൈഡിൽ നിന്നും സ്കെയിലബിൾ ആയിരിക്കണം. കാരണം ഇതെല്ലാം ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് സ്കെയിൽ ചെയ്യാൻ പറ്റണം, മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം. അപ്പോൾ ആ ഒരു കട്ടിങ് എഡ്ജ് ടെക്ക് മാത്രമല്ല, ഫ്രം ആ സ്കെയിലബിലിറ്റി സ്റ്റാൻഡ് പോയിൻ്റ് ആയാലും ആ ഒരു എക്സ്പോഷർ കിട്ടും. ഈ വർക്ക് ചെയ്യുന്ന കമ്പനീസ് യൂഷ്വലി ഫണ്ട് റേസ് കമ്പനിയാണ്, അബൌട്ട് ഫണ്ട് റേസ് ആണോ? വാട്ട് ഈസ് ദാറ്റ് സ്റ്റാറ്റസ് ലൈക്ക്? സീരിയസ് കമ്പനീസ് ആണോ, അല്ലെങ്കിൽ ഏത്
റൗണ്ട്? ചില കമ്പനീസ് സീരീസ് എ റേസ് ചെയ്ത് അല്ലെങ്കിൽ സീഡ് റേസ് ചെയ്തിരിക്കുമെന്ന്. എന്നിട്ടാണ് ദെൻ കംസ് ടു യു ആൻഡ് ചില കമ്പനികൾ ദേ വിൽ ജസ്റ്റ് കം അപ്പ് വിത്ത് എൻ ഐഡിയ. ഓ ഓക്കെ ഓക്കെ. ആൻഡ് ദെൻ അപ്പോൾ നമുക്ക് റിസ്ക് ഉണ്ട്, ബട്ട് ദെൻ വി വിൽ ടെൽ ദം. അപ്പോൾ ചില കമ്പനീസ് വിൽ സേ ഓക്കെ വി ആർ അബൌട്ട് റേസ്, ടോക്സ് നടക്കുന്നതാണ്. ചിലത് റേസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ പല പല ഇതാണ്. അവിടെ റിസ്ക് എലമെന്റ് ഇല്ലേ? ലൈക്ക് ദർ ആർ റിസ്ക് എലമെന്റ്, യു മൈ നോട്ട് ഗെറ്റ് പെയ്ഡ് ആസ് വെൽ. അങ്ങനത്തെ ഒരു റിസ്ക് എലമെന്റ് ശരിക്കും ഇല്ലായിരിക്കും. നോ, 1-2 കേസ് മാത്രമേ നമുക്ക് ഇതുവരെയായിട്ടും പേയ്മെൻറ്റ് കിട്ടാതെ വന്നിട്ടുള്ളൂ. വെരി വെരി റയർ, ബട്ട് യൂഷ്വലി ഇറ്റ് ഹാപ്പൻസ്. ഓക്കെ. ഡിലേസ് ഒക്കെ വന്നിട്ടുണ്ട്, പക്ഷേ പേയ്മെൻറ്റ് കിട്ടാത്ത ചാൻസ് ആർ വെരി റയർ. ആൻഡ് നെക്സ്റ്റ് ഒരു 5 years നോക്കുകയാണെങ്കിൽ വേർഡ് യു സീ കീ വാല്യൂ ഹെഡഡ് ടു? ഈവൻ ദ വേൾഡ് ഇസ് ചേഞ്ചിങ് ആസ് വെൽ, റൈറ്റ്? അപ്പോൾ അതെ അതെ. അപ്പോൾ ആ ഒരു ഇതിനെ എങ്ങനെയാണ്? അപ്പോൾ സി വൺ തിങ് ഇസ് വി ഹാവ് സ്റ്റാർട്ടഡ് ഡൂയിങ് അവർ ഓൺ പ്രോഡക്ട്സ്. ഓ, കോഫി ഈ കോഫിയും ഈ സസ്റ്റെയിൻ. അപ്പോൾ അത് അതിൻ്റെ തോട്ട് പ്രോസസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ഈ സർവീസ് കമ്പനികൾ പ്രോഡക്ട്സ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദ ഹിസ്റ്റോറിക്കൽ നോക്കിക്കഴിഞ്ഞാൽ ദേ ഹാവ് ഫെയിൽഡ്. യെസ്. So, two things happen. Either they fail or they convert themselves to a product company or they continue as a service company, right? അപ്പോൾ അതിനകത്തുള്ള മൾട്ടിപ്പിൾ ആസ്പെക്ട്സ് ഉണ്ട്. ഒന്ന് ഇസ് ദി എൻജിനീയറിങ് ഇറ്റ് സെൽഫ്, ദ കൾച്ചർ. ബിക്കോസ് പ്രോഡക്റ്റിന് വേണ്ട ടൈപ്പ് ഓഫ് സ്കിൽസും ആ കൾച്ചറും ആ മൈൻഡ് സെറ്റും ഇസ് ടോട്ടലി ഡിഫറെൻറ്റ് ഫ്രം സർവീസ് കമ്പനി. യെസ്. അവിടെ നമുക്കൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. നമ്മൾ ഫ്രം എൻജിനീയറിങ് സ്റ്റാൻഡ് പോയിൻറ്റ് വി ആർ എ പ്യുവർ പ്രോഡക്റ്റ് കമ്പനി. രണ്ടാമത്തെ യൂഷ്വലി ഇഷ്യൂ ആണ് വെൻ പ്രോഡക്ട്സ് ബിൽഡ് ചെയ്യാൻ നോക്കുമ്പോഴേക്കും നമുക്ക് ആ ഒരു കസ്റ്റമർ ഒബ്സഷനും മാർക്കറ്റായിട്ടുള്ള ആ ഒരു ഇതുണ്ടാവില്ല. സോ സം ഓഫ് ദ പ്രോഡക്ട്സ് വി ഫീൽ വി നോ വാട്ട് ടു ബിൽഡ്. അപ്പോൾ those are the ones that we are starting. The other thing that we are also doing is we are also doing joint ventures. Oh. So suppose ഇപ്പോൾ ഫെലിക്സിൻ്റെ ഐഡിയ ഉണ്ട് and you know that market really well, and we feel that you can execute, we will take some equity, right? And then we will build it jointly, so it's joint venture with us. We will take some part of the company that it's your company, but we'll take a part of it. And then I mean, instead of paying us, we take the equity, we build it together, we go to market together, and then so Key Value will have a decent stake in the company. അപ്പോൾ ആ ഒരു ഇതും നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പ്രോഡക്ട്സ് ഇപ്പം നമുക്കുള്ളത് നമ്മൾ പെർസീവ് ആണ്. വൺ ഇസ് കോഫി ആൻഡ് ഇറ്റ്സ് ഡൂയിങ് റിയലി വെൽ. ഇപ്പോൾ 300-400 കസ്റ്റമേഴ്സായി, ആൻഡ് ഇറ്റ്സ് ലൈക്ക് ഗ്രോയിങ് റിയലി ഫാസ്റ്റ്. പിന്നെ ദിസ് പ്രോഡക്റ്റ് കോൾഡ് സസ്റ്റെയിൻ വിച്ച് വിൽ ബി റിലീസ് ഇൻ ദ നെക്സ്റ്റ് കപ്പിൾ ഓഫ് മന്ത്സ്. ദ അതർ തിങ് ഇസ് ദിസ് JV മോഡൽ. അപ്പോൾ ഓൾറെഡി 2 JV നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് സ്റ്റാർട്ട് വർക്കിംഗ്. Probably in another 3-4 months we'll have the first customers for that as well. കീ വാല്യൂവിൽ ഇപ്പോൾ എനിക്ക് പരിചയമുള്ള കുറേ ആൾക്കാരുണ്ട്. ഈവൻ GS തൃശ്ശൂർ ആണെങ്കിലും MA കോളേജിൽ പഠിക്കുന്നവരാണ്, പല ആൾക്കാരും പരിചയമുള്ളവരുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ഹയറിംഗ് പ്രോസസ്സ് എങ്ങനെയാണ്? പിന്നെ നിങ്ങൾ ഹയർ ചെയ്തിട്ടുള്ള ടാലൻസ് എങ്ങനെയാണ്? ഫസ്റ്റ് 3 months എങ്ങനെയാണ്? ആ ഒരു പ്രോസസ്സ് എങ്ങനെയാണ് ഇൻ ഓർഡർ ടു റീറ്റെയിൻ ദം? അപ്പോൾ യൂഷ്വലി നമ്മളൊരു 5-6 കോളേജിലാണ് ഡയറക്റ്റായിട്ട്. ഏതൊക്കെ കോളേജസാണ്? അപ്പോൾ CET, TKM, MA മോഡൽ, GC തൃശ്ശൂർ, പിന്നെ മുമ്പ് RIT കോട്ടയം പോകുമായിരുന്നു. പിന്നെ ജനറലി ഇത്രയും കോളേജാണ്. പിന്നെ നമ്മൾ എല്ലാ കോളേജസും റീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഷ്രെഡ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു പ്രൈമറിലി ഹെൽപ്പ് ഇൻ റിക്രൂട്ട്മെൻറ്റ്. ഓക്കെ. നിങ്ങളൊന്നും കേട്ടിട്ടുണ്ടാവില്ല. ഞാനൊക്കെ ഞാനും ഈ ഞങ്ങളുടെ എല്ലാ കോഫൗണ്ടേഴ്സും ഷ്രെഡ്സ് വഴിയാണ് പ്ലേസ്ഡ് ആക്കണം. ഓക്കെ. അപ്പോൾ അന്ന് ഡയറക്റ്റ് കോളേജിൽ പ്ലേസ്മെൻറ്റ്സ് പ്രോഡക്റ്റ് കമ്പനീസിലേക്ക് വളരെ കുറവാണ്. അപ്പോൾ വാട്ട് ഹാപ്പൻസ്, ഈ പ്രോഡക്റ്റ് കമ്പനീസ് വരും, ദെൻ ദേ വിൽ അസോസിയേറ്റ് വിത്ത് ഷ്രെഡ്സ്. എന്നിട്ട് കേരളത്തിൽ മിക്കവാറും എറണാകുളത്ത് എവിടെയെങ്കിലും ഒരു സെൻറ്ററിൽ വെച്ചിട്ടൊരു മാസ് റിക്രൂട്ട്മെൻറ്റ് പോലെ ചെയ്യും. അപ്പം അങ്ങനെയാണ് എനിക്കൊക്കെ കിട്ടിപ്പോയേക്കണം കോഫൗണ്ടർ. അപ്പോൾ നമുക്ക് ആ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. അവർ 10-30 വർഷമായിട്ട് ചെയ്യാനാണ്. ഇപ്പം പഴയതുപോലെ അത്ര ആക്റ്റീവ് അല്ല. അത് ഒരു മത്തായി സാർ എന്ന് പറഞ്ഞിട്ടൊരു REC കാലിക്കറ്റിലെ ഒരു പ്രൊഫസറാണ്. അപ്പോൾ അവർ വഴിയും റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ 6-7 കോളേജിൽ ഡയറക്റ്റ് പോകും, ബാക്കി ഷ്രെഡ്സിൽ പോകും. അപ്പോൾ ബാക്കിയുള്ള ഏത് കുട്ടികൾക്ക് വേണമെങ്കിലും ഷ്രെഡ്സ് വഴി അപ്ലൈ ചെയ്ത് വരാം.
നമ്മുടെ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ യൂഷ്വലി ഫസ്റ്റ് ഒരു ആപ്റ്റിറ്റ്യൂഡ് ഒരു ഇതുപോലെ ഉണ്ട്. അതും കൂടുതലും കുറച്ച് പ്രോഗ്രാമിംഗ് ക്വസ്റ്റ്യൻസും ഇതാണ്. പിന്നെ ഒരു പ്രോഗ്രാമിംഗ് റൗണ്ട് ഉണ്ട്. അപ്പം ഒരു ലീഡ് കോഡ് സ്റ്റൈൽ ഒരു മീഡിയം കോംപ്ലക്സിറ്റി ഒരു രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ ഇതിൽ നിന്നും നമ്മൾ ഫിൽട്ടർ ചെയ്തിട്ട് വി വിൽ ഡു 2 ടെക് റൗണ്ട്സ് ആൻഡ് HR റൗണ്ട്. അപ്പോൾ ടെക് റൗണ്ടിലും ഫ്രഷേഴ്സിന് നമ്മൾ കൂടുതൽ നോക്കുന്നത് ഈ ഡാറ്റ സ്ട്രക്ചേഴ്സ് അൽഗോരിതംസും പ്രോബ്ലം സോൾവിങ് ഇതും ആണ്. പിന്നെ ഒരു കൾച്ചർ ഫിറ്റ് ചെയ്യുന്ന ലൈക്ക് എന്താ പറയുക ഈ ഫീഡ്ബാക്ക് എടുക്കാൻ പറ്റുമോ, ഐ മീൻ ഹൗ അഡാപ്റ്റബിൾ ദ പേഴ്സൺ ഇസ്, അങ്ങനെ കുറേ നമ്മുടെ കൾച്ചറായിട്ട് ഫിറ്റ് ചെയ്യാൻ പറ്റാവുന്ന കുറേ ക്വാളിറ്റീസ് നോക്കും. അതാണ് ബേസിക് ഹയറിങ് ഫോർ ഫ്രഷേഴ്സ്. അത് കഴിഞ്ഞിട്ട് വൺസ് ദെയർ ഓൺ ബോർഡ് ടീം വാട്ട് ഇസ് ദാറ്റ് ഫസ്റ്റ് 3 months ലുക്ക് അവരെ തന്നെ നേരിട്ട് പ്രൊജക്റ്റ് ഇടുമോ അല്ലെങ്കിൽ ബെഞ്ചൊക്കെ ഉണ്ടോ ഇവിടെ അങ്ങനെയല്ല? അപ്പോൾ യൂഷ്വലി ആദ്യത്തെ ഒരു 2.5 months ട്രെയിനിങ് ഉണ്ട്. അപ്പോൾ ആ 2.5 months എന്ന് പറഞ്ഞാൽ അത് ബാക്കിയുള്ള കമ്പനികളിലെ പോലെ ഈ സോഫ്റ്റ് സ്കിൽസ് അങ്ങനെ സാധനങ്ങൾ കുറവാണ്, പ്യുവർ ടെക്നിക്കൽ ട്രെയിനിങ് ആണ്. അപ്പോൾ വളരെ ബേസിക്കായിട്ട് ഇപ്പം ജിറ്റ് യൂസ് ചെയ്യണം മുതൽ ഇപ്പോൾ ജാവാസ്ക്രിപ്റ്റ്, റിയാക്ട്, ഇപ്പം റെസ്റ്റ്, നോഡ്, നെസ്റ്റ്, പിന്നെ ഇപ്പം AI ഏജൻറ്റിക്ക് ഇത്, അങ്ങനെ ഒരു ഫുള്ളൊരു ഒരു 6 weeks to 8 weeks ട്രെയിനിങ് ആണ്. മേ ബി ദിസ് ടൈം ഇറ്റ് മൈറ്റ് ഗെറ്റ് ലോങ്ങർ. അതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് പ്രോസസ്. അപ്പോൾ ഈ ഒരു 1.5 മാസം 2 മാസം ട്രെയിനിങ് കഴിഞ്ഞിട്ട് ദേ വിൽ ഗെറ്റ് ഓൺ ബോർഡ് ടു ഡിഫറെൻറ്റ് പ്രോഡക്ട്സ്. അപ്പോൾ അവിടെയും നമ്മൾ നോക്കും ഇയാളുടെ സ്ട്രെങ്ത് എവിടെയാണ്, ഇയാൾ ഡെവോപ്സിനാണോ ഫിറ്റ്, ഇയാൾ ഫ്രണ്ട് എൻഡാണോ ബാക്ക് എൻഡാണോ. ചിലവരുണ്ടാവും ലൈക്ക് ദേ ക്യാൻ ഡു ഓൾ, പക്ഷേ നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമ്മൾ ഇനീഷ്യലി ഇടും. ഒരു 3-4 months 6 months ആയി കഴിഞ്ഞിട്ട് വീൽ റൊട്ടേറ്റ് ആൻഡ് ബിൽഡ് ദ പേഴ്സൺ. അങ്ങനെയാണ്. അപ്പം ആ ഒരു ട്രെയിനിങ് കഴിയുമ്പോൾ മുതൽ ദേ ആർ ആക്ച്വലി വർക്കിംഗ് ഓൺ എ പ്രോഡക്റ്റ്. അപ്പോൾ യൂഷ്വലി ഇപ്പം മുമ്പൊക്കെ ഞാൻ വർക്ക് ചെയ്ത കമ്പനിയിൽ 1-2 മാസം ടെസ്റ്റിംഗ് ആയിരിക്കും. നമുക്കത് കുറവാണ്. ഡയറക്റ്റ് യു ഗെറ്റ് ഓൺ ബോർഡ് ആൻഡ് ദർ വിൽ ബി സീനിയേഴ്സ് ടു മെൻറ്റർ യു. ദേ വിൽ ഗിവ് യു ലൈക്ക് വെരി സ്മോൾ ടാസ്ക് ഇനിഷ്യലി, ദെൻ യു സ്റ്റാർട്ട് ലേണിംഗ് ദാറ്റ്, ദെൻ യു ആർ പാർട്ട് ഓഫ് ദ ടീം. അങ്ങനെ പയ്യനെ ഗ്രോ ചെയ്യും. അങ്ങനെയാണ്. ആൻഡ് യൂഷ്വലി അവർ ആദ്യം മുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യണമെങ്കിലും നമ്മൾ ആക്ച്വൽ അവരൊരു കസ്റ്റമർ ഇതിൽ ഇടുമ്പോൾ ചിലപ്പോൾ 6 മാസം 1 വർഷമൊക്കെ എടുക്കും. പക്ഷേ ദേ ഗെറ്റ് എക്സ്പോഷർ റൈറ്റ് ഫ്രം ഡേ വൺ. ഞാൻ നല്ല ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ട് ജനറലി ഫ്രം ദ പീപ്പിൾ ഹു വർക്ക് ദ വെരി ഗുഡ് ഓർഗനൈസേഷൻ ഉള്ളത്. അതുകൊണ്ട് കൂടിയാണ് ചോദിക്കാൻ. താങ്ക് യു. ഈ കേരള എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് അല്ലെങ്കിൽ കുറേ കോളേജസ് ഉണ്ടല്ലോ, അവിടെ നിങ്ങൾ ഹയർ ചെയ്യുമ്പോൾ എന്തെങ്കിലും പോരായ്മ നിങ്ങൾ ഫേസ് ചെയ്യാറുണ്ടോ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈവൻ കോളേജസിൻ്റെ സൈഡിൽ നിന്ന് എന്തെങ്കിലും ബെറ്റർ ആക്കേണ്ടതുണ്ടോ? ഇല്ല, അത് വളരെ കോൺട്രവേഴ്ഷ്യൽ സബ്ജക്റ്റാണ്. എന്നാലും ഇതിപ്പോൾ ഞാൻ പഠിച്ചിരുന്നപ്പോഴും നമുക്ക് പഠിക്കുന്ന സമയത്ത് ആക്ച്വലി ഒരു കമ്പനിയിൽ ജോലി ചെയ്യാൻ കയറുമ്പോൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് ഒരു പിടുത്തമില്ല. ഏകദേശം അന്നത്തെ പോലെ തന്നെ ഇപ്പോഴും വലിയ വ്യത്യാസമൊന്നുമില്ല. I think that is one thing that we need to change. ഈവൻ ഇന്റേൺഷിപ്സ് ഒക്കെ എനിക്ക് ഐ റിമെമ്പർ എൻ്റെ സമയത്തൊക്കെ ഇന്റേൺഷിപ്സിനൊന്നും അധികം അലോ ചെയ്യാറുണ്ടായില്ല. ഇപ്പോൾ ഐ തിങ്ക് അത് ചേഞ്ച് വന്നിട്ടുണ്ട്. മുമ്പ് വേറെ പ്രശ്നം, ഞങ്ങൾ ഇന്റേൺഷിപ്പ് ചെയ്യാൻ നോക്കുമ്പോഴും ആ ഇന്റേൺഷിപ്പിൻ്റെ ടൈം ഇസ് എക്സാമിന് സമയത്ത് വരും, എക്സാമിൻ്റെ അല്ലെങ്കിൽ 2 മാസം കിട്ടുമല്ലോ. പിന്നെ യൂഷ്വലി വന്നത് ഈ ഫ്രഷേഴ്സിനെ ഓൺ ബോർഡ് ചെയ്യേണ്ട സമയത്ത് തന്നെ ആയിരിക്കും മറ്റവർക്ക് ഇന്റേൺഷിപ്പ് വന്നത്. അപ്പോൾ നമുക്കത് ഭയങ്കര ലോഡാകും. കാരണം നമ്മൾ ഇത്രയും പേരെടുത്ത് അവരെ ട്രെയിൻ ചെയ്യുന്നതായിരിക്കും, വേറെ കുറേ പേർക്ക് ഇന്റേൺഷിപ്പ് കൊടുക്കാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു അതൊക്കെ കുറേ ഇപ്പോൾ KT വന്നിട്ട് 1-2 വർഷത്തിൽ കുറേ കൂടെ ഫ്ലെക്സിബിൾ ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഇന്റേൺഷിപ്പിന് പോണവർക്ക് ആ ഒരു എക്സ്പോഷർ കിട്ടുന്നുണ്ട്. അവർ ബാക്കിയുള്ളടുത്ത് പറയേണ്ട. അപ്പോൾ തിങ്സ് ആർ സ്ലോലി ചേഞ്ചിങ്. പക്ഷേ ഫണ്ടമെൻ്റലി നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാർക്ക് കിട്ടിയാൽ അത് മാത്രം പോരാ. അതാണ് ആദ്യത്തെ കാര്യം. പിന്നെ നിങ്ങൾ അതിൽ നോക്കാറുണ്ടോ? മാർക്ക് നോക്കാറുണ്ടോ? നോക്കാറില്ല. സപ്ലി ഉണ്ടെങ്കിലും കുഴപ്പമില്ല. 3 സപ്ലി വരെ 5 സപ്ലി വരെ നമ്മൾ ഓക്കെ. 3 സപ്ലി 5 സപ്ലിയിൽ കൂടുതലാകും. പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ അവർക്ക് ഒരു റസിൽ എഴുതാൻ പറ്റില്ല, പിന്നെ ടെൻഷനാവും. മുമ്പ് ട്രൈ ചെയ്തിട്ടുണ്ട്. 3 സപ്ലി വരെ സേഫാണ് ഞങ്ങൾക്ക് തോന്നുന്നു. അപ്പം നമ്മൾ അത്രയ്ക്ക് പ്രശ്നമുള്ള കാര്യമില്ല. പക്ഷേ മോർ ദാൻ ദാറ്റ് ഒരു നമുക്ക് ടെക്നിക്കലായിട്ടൊരു ബെൻഡ് വേണം. അപ്പോൾ ടെക്നിക്കലായിട്ട് ബെൻഡ് എന്ന് വെച്ചാൽ ഈ ഡാറ്റ സ്ട്രക്ചേഴ്സ് അൽഗോരിതംസ് കോഡ് എഴുതാനുള്ളത് ആ ഒരിത്. രണ്ടാമത് നമുക്ക് എന്തും ചെയ്യാനുള്ള ആ ഒരു ഡ്രൈവ് ഉണ്ടല്ലോ, അത് വേണം. തേർഡ് തിങ് ഇസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ടു വർക്ക് ഇൻ എ ടീം. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഐ തിങ്ക് മോസ്റ്റ് സ്റ്റുഡൻസ് റിയലി സ്ട്രഗിൾ. I mean, it's not just speaking in English.
നമുക്ക് കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാനാണെങ്കിലും എന്തെങ്കിലും പറയാനാണെങ്കിലും അത് ഭയങ്കര പ്രശ്നമാണ് അത്. ആൻഡ് ഐ തിങ്ക് ദാറ്റ് ഇസ് സംവെയർ ദാറ്റ് ദ കോളേജസ് ഷുഡ് ഹെൽപ്പ് ആസ് വെൽ. അപ്പം നമ്മൾ ഇപ്പം MA കോളേജിലും മോഡലിലൊക്കെ അങ്ങനത്തെ സെഷൻസൊക്കെ ചെയ്യുന്നുണ്ട്, ലൈക്ക് എന്തൊക്കെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ ഇതാണ് ഒരു ആസ്പെക്റ്റ്. രണ്ടാമത്തെ ആസ്പെക്റ്റ് എനിക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ എല്ലാ പിള്ളേരും പ്രത്യേകിച്ച് കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസ് അവർക്ക് ഈ കോഡിങ് മാത്രമേ ഇൻഡസ്ട്രിയിൽ ഉള്ളൂ എന്നുള്ളൊരു ഇതാണ്. പക്ഷെ അങ്ങനെയല്ല, ഒരു സോഫ്റ്റ്വെയർ കമ്പനി കയറുമ്പോഴത്തേക്കും ഐ മീൻ ലോട്ട് ഓഫ് ഡിഫറെൻറ്റ് പോസിബിലിറ്റീസ് അല്ലേ. ഇപ്പോൾ UX ഉണ്ട്, ഡെവോപ്സ് ഉണ്ട്. ഇപ്പോൾ ഡെവോപ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഞാനിപ്പോൾ പാസ് ഔട്ട് ആവണമെങ്കിൽ ഞാനൊരു ഡെവോപ്സ് എഞ്ചിനീയർ എടുക്കുള്ളൂ. വൈ? കാരണം യു ഗെറ്റ് ടു നോ ദ സിസ്റ്റം ഓൾ ഇൻ ഓൾ. ആൻഡ് ഇത്രയും ഡിഫറെൻറ്റ് സിസ്റ്റംസ് ആയിട്ട് വർക്ക് ചെയ്യാം, റൈറ്റ്. ഇറ്റ്സ് അതിനകത്ത് നല്ല കമ്പനികളിൽ നമ്മൾ കോഡ് എഴുതിയ ഡിപ്ലോയ് ആണ്. അപ്പോൾ അത്യാവശ്യം കോഡ് എഴുതി കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് കുറേ ഇൻ്റഗ്രേഷൻസ് അതുപോലത്തേക്കും കോഡിങ് വരികയും ചെയ്യും. അപ്പോൾ അതൊരു ഇറ്റ്സ് എ റിയലി എക്സൈറ്റിംഗ് തിങ് ടു ഡു. പക്ഷേ നമ്മൾ പല പിള്ളേരുടെ അടുത്തും ഡെവോപ്സ് ചെയ്യാൻ പറഞ്ഞാൽ അവർക്കത് മനസ്സിലായ. അതേപോലെ തന്നെ ഈവൻ ഓട്ടോമേറ്റഡ് ടെസ്റ്റിംഗ് അല്ലെങ്കിൽ ഡേറ്റ സൈഡിൽ AI അങ്ങനെ ഇഷ്ടംപോലെ പോസിബിലിറ്റീസ് ഉണ്ട്. പക്ഷേ കോളേജിൽ നിന്നുള്ളവർക്ക് ആ ഒരു എന്തൊക്കെ പോസിബിലിറ്റീസ് ഉള്ള എന്തൊക്കെ പഠിക്കേണ്ട ആ ഒരു ഓറിയൻറ്റേഷനും ഇല്ല. അപ്പോൾ അവർക്ക് കോറായിട്ടുള്ള ഡാറ്റ സ്ട്രക്ചേഴ്സ്, അൽഗോരിതംസ്, ഡാറ്റാബേസ് അങ്ങനെ കുറച്ച് സബ്ജക്ട്സ് ഉണ്ട്. അത് അവർക്ക് ഡെപ്ത്ത് അത് ഇല്ലതാനും. ഇവിടെ വേറെ എന്തൊക്കെ പോസിബിലിറ്റീസ് ഉണ്ട് അതും ഒരു എനിക്ക് തോന്നുന്നത് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് ആസ് കമ്മ്യൂണിറ്റി ആൻഡ് ആസ് ലൈക്ക് കോളേജസായിട്ടൊക്കെ ഇത് ചെയ്ത് അത് ശരിക്കും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ അത് ശരിക്കും ഹെൽപ്ഫുള്ളായിരിക്കും. ഇപ്പോൾ ഞാൻ US ആയിരുന്നപ്പോൾ ശ്രദ്ധിച്ചേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യൂണിവേഴ്സിറ്റീസും ഇൻഡസ്ട്രി ആയിട്ട് ഭയങ്കര ടൈപ്പ് ഉണ്ട്, മനസ്സിലായി. ഇഷ്ടംപോലെ ഇൻറ്റേൺഷിപ്പ് കൊടുക്കും, ഇവരവിടെ പോയിട്ട് ഇവർ സോഫ്റ്റ്വെയർ കൊടുക്കും, ട്രെയിനിങ് കൊടുക്കും. നമ്മളവിടെ ഇപ്പോഴാണത് വന്നു തുടങ്ങണം. ഐ തിങ്ക് ദാറ്റ് ഇസ് വൺ ഓഫ് ദ റീസൺസ്. അപ്പം നമുക്ക് പറ്റാവുന്ന രീതിയിൽ പരമാവധി ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പം നമ്മൾ ഇഷ്ടംപോലെ വർക്ക്ഷോപ്സ് ചെയ്യുന്നുണ്ട്, നമ്മൾ ഈ ഇൻറ്റേൺഷിപ്പ് റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്നുണ്ട്, നമ്മളവിടെ പോയി ക്ലാസ് എടുക്കും, ഓറിയൻറ്റേഷൻ. ബട്ട് ഐ തിങ്ക് ജനറലി ആ ഇൻഡസ്ട്രി സൈഡിൽ നിന്നും ആ ഒരു എഫേർട്ട് വരണം. ഇൻഡസ്ട്രി വെറുതെ കോളേജിലെ പിള്ളേർക്ക് അറിഞ്ഞുകൂടാ, കോളേജ് ഓറിയൻറ്റേഷൻ കൊടുക്കുന്നതുകൊണ്ട് കാര്യമില്ല. കാരണം അവർക്കും ഇപ്പോൾ കോളേജിലെ ടീച്ചേഴ്സിനായാലും അവർക്ക് ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരല്ല. അപ്പോൾ അവർക്കും ട്രെയിനിങ് കൊടുക്കണം, അവരെയും പറഞ്ഞ് അവർക്കും സെഷൻസ് കൊടുക്കണം, നമ്മളത് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ഇൻഡസ്ട്രി ഇവിടെ നിന്ന് അങ്ങോട്ട് ഹെൽപ്പ് ചെയ്താലേ എന്താണ് ഇവിടെ നടക്കണം, എന്താണ് ഇവിടെ വേണ്ടതെന്നുള്ളതും അവർക്കും മനസ്സിലാവുള്ളൂ. ഐ തിങ്ക് ഇറ്റ്സ് എ two-way thing. Makes sense. Maybe placements മാത്രം കമ്പനീസ് പോവാണ്ട് what other options companies could do in order to ഇന്റേൺഷിപ്സ് ചെയ്യുക, വർക്ക്ഷോപ്സ് ചെയ്യുക, പിന്നെ ഹാക്കത്തോൺസ് കുറച്ച് അങ്ങനെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഭയങ്കര വ്യത്യാസം വരും. പിള്ളേർക്കും ആ ഒരു ഓറിയൻറ്റേഷൻ വരും. അതാണ്. പിന്നെ വേറൊരു ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാനൊക്കെ വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ആദ്യത്തെ 6-7 years I worked really hard, like at least 6 days a week, 10-12 hours a day. And I think it has really helped. ഇപ്പോഴത്തെ പിള്ളേർ വരുമ്പോഴത്തേക്കും അവർക്ക് ആ ഒരു അത്രയും സ്ട്രെച്ച് ചെയ്യാനുള്ളതില്ല, മനസ്സിലായി. എന്തായിരിക്കും കാരണം? എനി തോട്ട്സ്? അത് ഇറ്റ്സ് എ കൾച്ചറൽ തിങ്. ഐ റിയലി ഡോണ്ട് നോ. ചിലർക്കെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും പറയും വർക്ക് ലൈഫ് ബാലൻസ് അത് പറയും. പക്ഷേ അന്ന് അവർ വീട്ടിൽ പോയിട്ട് എന്താ ചെയ്യണം, ഓക്കെ ഇപ്പോൾ മാരീഡാണ്, ഫാമിലി ആണെങ്കിലും മനസ്സിലാക്കാം. പക്ഷേ ബാക്കി എനിക്ക് ആ ഒരു കണക്റ്റില്ല. ബട്ട് ജനറലി വാട്ട് ഐ സീസ് ആ ഒരു ഒന്നും ജനറലൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കീ വാല്യൂ നോക്കിക്കഴിഞ്ഞാൽ മേ ബി ഡ്യൂ ടു അവർ ഹയറിംഗ് പ്രോസസ് 80-90% പീപ്പിൾ ആർ ലൈക്ക് ഐ മീൻ ദേ റിയലി വോണ്ട് ടു ലേൺ. അപ്പോൾ അവർക്കറിയാം ഇതൊരു ഭയങ്കര ഓപ്പർച്യൂണിറ്റിയാണ്, പഠിക്കാൻ പറ്റും, ആ ഒരു എഫേർട്ട് ഉണ്ട്. പക്ഷേ ജനറലി നമ്മൾ ബാക്കിയുള്ള ഫൗണ്ടേഴ്സായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് പുതിയ ജനറേഷൻ വരുമ്പോൾ ഭയങ്കര പാടാണ്. ജെൻസിനെ ഹാൻഡിൽ ചെയ്തിട്ട് ഡിഫറെൻറ്റ്. എനിക്കാണ് നമ്മളോട് അത്രയ്ക്ക് ബുദ്ധിമുട്ടില്ലാത്ത ഓൾറെഡി ആ കൾച്ചർ സെറ്റ് ചെയ്തിട്ടുണ്ട്. യെസ് നല്ല വർക്കാണ്, നല്ല പേ ആണ്, ആ എക്സ്പോഷർ ഉണ്ട്. ആൻഡ് ഐ തിങ്ക് ദേ അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. അതുകൊണ്ട് ഐ തിങ്ക് ഇറ്റ്സ് ഗോയിങ് വെൽ. ബട്ട് ലോട്ട് ഓഫ് പീപ്പിൾ വെൻ ഐ ടോക്ക് ടു ദം ദേ ആർ ലൈക്ക് സ്ട്രഗ്ലിങ്. ഐ തിങ്ക് ദാറ്റ് ഇസ് വൺ തിങ് ദാറ്റ് ഐ വോണ്ട് ടു ആഡ് ആസ് വെൽ. ആ ഒരു മൈൻഡ് സെറ്റ്. കാരണം നമ്മൾ ജോബ് കിട്ടിയിട്ട് ആദ്യത്തൊരു until like you get married and then you have more responsibility, our time is the best time to like explore, try out things and പരമാവധി വർക്ക് ചെയ്ത് ആ ഒരു
ലാർജ് എമൗണ്ട് ഓഫ് വർക്ക് ചെയ്യാൻ പറ്റിയൊരു നല്ലൊരു പീരീഡാണ് ആ ഒരു പഠിക്കാനും ഞാൻ പറയണത് എമൗണ്ട് ഓഫ് വർക്ക് മാത്രമല്ല പഠിക്കാനും. ഇപ്പോൾ ഒരു ഇത്രയും വൈകിട്ടായിട്ട് ഇരുന്ന് എല്ലാ ദിവസവും വർക്ക് ചെയ്യണമെന്നല്ല ഞാൻ പറയണം. യു ഷുഡ് ഓൾസോ പുട്ട് എഫേർട്ട് ഇൻ ലൈക്ക് ട്രൈയിങ് ഔട്ട് ന്യൂ തിങ്സ്, ലേണിംഗ് ന്യൂ തിങ്സ്. ആ ഒരു ഇത് കുറവാണെന്ന് വെച്ചാൽ ദാറ്റ് ഇസ് വാട്ട് ജനറലി പീപ്പിൾ ടെൽ അബൌട്ട് ദിസ് ജനറേഷൻ. ഞങ്ങൾക്ക് ആ ഒരു ഇത്രയും പ്രശ്നം തോന്നിയിട്ടില്ല. മേ ബി 5%, 10% ഇത്. ബട്ട് യൂഷ്വലി വാട്ട് ഹാപ്പൻസ് ഇസ് കൾച്ചർ ഇങ്ങനെ ആയതുകൊണ്ട് അവരും പയ്യനെ ഓവർ എ പീരിയഡ് ഓഫ് ടൈം ചേഞ്ച് ആവും. നമ്മുടെ സ്റ്റാൻഡേർഡ്സ് കൂട്ടിയാൽ മതി, സോ ദാറ്റ് ദേ കം ടു അവർ സ്റ്റാൻഡേർഡ്സ്. അല്ല എന്നുവെച്ചാൽ ബാക്കി എല്ലാവരും അങ്ങനെ ചെയ്യുമ്പോൾ ബാക്കി എല്ലാവരും ഇപ്പം നമ്മൾ അത്രയും എല്ലാവരും എഫേർട്ട് ഇടുമ്പോൾ, പഠിക്കാൻ എഫേർട്ട് ഇടുമ്പോൾ നാച്ചുറലി യു വിൽ ഓൾസോ ഫീൽ ഓക്കെ ദിസ് ഇസ് വാട്ട് ഇറ്റ് ഇസ്. എന്ന് വെച്ചാൽ അത് ഞാൻ എല്ലായിടത്തും കീ വാല്യൂലും പറയും. ദ ഫസ്റ്റ് കമ്പനി ദാറ്റ് യു ജോയിൻ ആക്ച്വലി സെറ്റ്സ് യുവർ ലൈക്ക് പ്രൊഫഷണൽ മൈൻഡ് സെറ്റ്. മനസ്സിലായി? അപ്പോൾ അവിടെ ഒരു എന്താ പറയുക, ആ ഒരു ആൾക്കാർ ഭയങ്കര പാഷനേറ്റ് ആയിട്ട് വർക്ക് ചെയ്യാനാണ്, ആ ഒരു എക്സ്പോഷർ ഉണ്ട്, ആ ഒരു അങ്ങനെ ഒരു കൾച്ചറാണെങ്കിൽ that becomes your like professional mindset of what professionalism is. യെസ്, വെരി ട്രൂ, വെരി ട്രൂ. ഈവൻ ഫസ്റ്റ് കമ്പനി, ഫസ്റ്റ് ജോബാണ് നമ്മളും ഇവോൾവ് ചെയ്ത് ഇതിലേക്ക് എത്തിയിട്ടുണ്ടാവുമല്ലോ. ആ ഒരു കൾച്ചർ ഓഫ് ഫ്രെയിം സാധനം തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതുവരെ എന്താണ് ഒരു പ്രൊഫഷണൽ ലൈഫ് എന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ അവിടെ വന്നിട്ട് എല്ലാവരും ഇങ്ങനെ ആകുമ്പോഴേക്കും ഓ ഇങ്ങനെയാണ് ഇതാണ്. അപ്പം നമ്മൾ അതനുസരിച്ച് മാറും. നമ്മളൊരിടത്ത് പോയി 3-4 വർഷം വർക്ക് ചെയ്തതായി കഴിഞ്ഞാൽ വേറെ സ്ഥലത്ത് പോയി അവിടെ കൾച്ചർ നല്ലതാണെങ്കിലും നമുക്കത് ഇതെന്തത് ഇങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പാടാവും. പിന്നെ കുറച്ച് വർഷം കൂടെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് യു ആർ യൂസ്ഡ് ടു ഇറ്റ്, യു ആർ നോട്ട് അജൈൽ ആൻഡ് ടു ചേഞ്ച്. മേക്ക് സെൻസ്. കീ വാല്യൂ ലേണിംഗ് ഓർഗനൈസേഷൻ ഞാൻ കണ്ടിരുന്നു. അപ്പോൾ എന്താണ് ഈ ലേണിംഗ് ഓർഗനൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ നമ്മുടെ കൾച്ചറിൽ മെയിനായിട്ടുള്ള ഒരു ഇത് നമ്മൾ പറയണത് നമ്മൾ പ്യുവർ പ്രോഡക്ട്സ് ചെയ്യാനാണല്ലോ. അപ്പോൾ ഒന്ന് വി നീഡ് എക്സെപ്ഷണലി ഗുഡ് പീപ്പിൾ, ലൈക്ക് റിയലി സ്കിൽഡ് ആൻഡ് റിയലി പാഷനറ്റ്, ബട്ട് ഓൾസോ അവർക്ക് ആസ് എ ടീം ശരിക്കും ഫങ്ഷൻ ചെയ്യാൻ പറ്റണം. ഐ മീൻ ദേ ഷുഡ് ഹാവ് ദാറ്റ് ലെവൽ ഓഫ് ട്രസ്റ്റ്. പിന്നെ വേണ്ടത് ആ ഒരു എന്തും പഠിച്ചെടുക്കാനുള്ള ഒരിതാണ്. കാരണം നമുക്ക് ഒന്നാമത് ഇത്രയും ഡിഫറെൻറ്റ് ഡൊമൈൻസാണ്. ഓരോ പ്രോഡക്റ്റ് ചെയ്യുമ്പോഴും മിക്കവാറും ചിലപ്പോൾ ടെക് സ്റ്റാക്ക് ഡിഫറെൻ്റ് ആയിരിക്കും. എപ്പോഴും പുതിയ സാധനം പഠിക്കേണ്ടി വരും. അപ്പോൾ ആ ഒരു കണ്ടിന്യൂസ് ലേണിംഗ് എന്നുള്ളത് ഭയങ്കര ഒരു ക്രിട്ടിക്കൽ ഇതാണ്. ഐ തിങ്ക് ഇറ്റ്സ് ക്രിട്ടിക്കൽ ഫോർ ഓൾ എഞ്ചിനീയേഴ്സ് ബട്ട് മോർ ഫോർ കീ വാല്യൂ. അപ്പോൾ നമ്മളാ ഐ മീൻ ഓൾ ഫൗണ്ടേഴ്സ് ആർ ഓൾസോ ലൈക്ക് ദാറ്റ്. ഞങ്ങളും ഐ മീൻ ഇപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ആൻഡ് ഐ തിങ്ക് ദാറ്റ് ഹെൽപ്ഡ്. കാരണം ദാറ്റ് വിൽ ട്രിക്കിൾ ഡൗൺ ടു ദ ഓർഗനൈസേഷൻ. ബട്ട് ദെൻ വി ഓൾസോ മേക്ക് ഷുവർ വി ഡു എ ലോട്ട് ഓഫ് വർക്ക്ഷോപ്സ്. ഇഷ്ടംപോലെ സെഷൻസ് ചെയ്യും. പിന്നെ ഓരോരോ ഏരിയയിൽ ദർ ആർ ലൈക്ക് സ്മോൾ കമ്മ്യൂണിറ്റീസ്. അപ്പോൾ നമ്മൾ ഡേറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിനൊരു ഗ്രൂപ്പ് ആൾക്കാരുണ്ട്. ഇപ്പോൾ മൊബൈൽ ഡെവലപ്മെൻറ്റ് അതിനൊരു ഗ്രൂപ്പ് ആൾക്കാരുണ്ട്. AI ഏജൻറ്റിക് AI അതിന് ഒരു ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് ഉണ്ട്. അങ്ങനെ പല ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സ് ഉണ്ട്. അപ്പോൾ ആൻഡ് ദെൻ ദേ മീറ്റ് വൺസ് ഇൻ 2 weeks ആൻഡ് ഡിസ്കസ് ലൈക്ക് വാട്ട് ആർ ദ ന്യൂവസ്റ്റ് തിങ് ദാറ്റ് ഇസ് കമ്മിങ്. ഐ മീൻ അപ്പോൾ ആ ഒരു ഐ മീൻ ദാറ്റ് ഡ്രൈവ്സ് ദാറ്റ് ലേണിംഗ് തിങ്. ബിക്കോസ് നമ്മൾ ഇന്നോവേഷൻ എന്ന് പറയുമ്പോൾ 2 സാധനം വേണ്ടത്. ഒന്ന് ഇസ് ലേണിംഗ്, ദ അതർ ഇസ് ക്രിയേറ്റിവിറ്റി. ഈ ക്രിയേറ്റിവിറ്റി വേണമെങ്കിൽ യു നീഡ് ലോട്ട് ഓഫ് ഫ്രീഡം, അങ്ങനെ ഒരു കൾച്ചറൽ ആസ്പെക്റ്റ് വേണം. ലേണിങ്ങിന് ആ കണ്ടിന്യൂസ് ഇതിന് നമ്മൾ ഇങ്ങനെ കുറേ, കാരണം നമ്മൾ ജനറലി ഒരു 5% ആൾക്കാരുണ്ടാവുള്ളൂ സ്വന്തമായിട്ട് എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കണം. ബാക്കിയുള്ള ആൾക്കാർക്ക് യു നീഡ് ടു നഡ്ജ് ദം ഓർ അറ്റ്ലീസ്റ്റ് ഗീവ് ദം an idea that okay ഇങ്ങനെ പുതിയ സാധനം വന്നിട്ടുണ്ട്, ഇത് നോക്കണം. പിന്നെ they will go and see. അപ്പോൾ that is where all these workshops and all these sessions and this interest groups help. പിന്നെ നമുക്ക് ഒരു we have got a like very nice library. 16,000 ബുക്സ് ഉണ്ട്. 6,000. പിന്നെ ഇപ്പം എന്തെങ്കിലും ഒരു ഡിജിറ്റൽ കോഴ്സ് മേടിക്കണമെങ്കിൽ തന്നെ ഇപ്പോൾ ഒരാൾ പറഞ്ഞാൽ എനിക്ക് ഈ സാധനം പഠിക്കണം, ഈ കോഴ്സ് എടുക്കണമെന്ന് പറഞ്ഞാൽ വി യൂഷ്വലി ബൈ ഇറ്റ് ഫോർ ദം. അപ്പോൾ അങ്ങനെ ഇഷ്ടംപോലെ കോഴ്സുകളും എല്ലാം ഉണ്ട്. പിന്നെ നമ്മുടെ ഒരു AI ലാബുണ്ട്. സോ നമ്മൾ 2 GPU ഉണ്ട്. അപ്പോൾ ആ കമ്മ്യൂണിറ്റിക്ക് അവർ അങ്ങനെ കുറേ എക്സ്പെരിമെൻറ്റ് ചെയ്യും. അങ്ങനെ അപ്പോൾ ആ ഒരു റിസർച്ച് ആ ഒരു ലേണിംഗ്, കണ്ടിന്യൂസ് ലേണിങ്ങിൻ്റെ ആ ഒരു DNA ഉണ്ട് നമുക്ക്. ആ പ്രോഡക്റ്റ് DNAയുടെ ഭാഗമാണ് ആ ലേണിംഗ് എന്നുള്ളത്. ബട്ട് ദാറ്റ് ഇസ് സെറ്റ് ഇൻ മോഷൻ. പിന്നെ അത് അങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ദാറ്റ് കംസ് വെരി നാച്ചുറലി ടു അസ്. അപ്പം ഞങ്ങൾ ആരും ഇൻവോൾവ് ഇല്ല. But every week there is a couple of sessions happening.
ഓ every 2-3 weeks there is a workshop happening. അപ്പോൾ ആ ഒരു hustle for learning, I mean that is something that we have built in Key Value. ഓ Like, yeah. ഇവൻ നമ്മളായാലും കെ പി എച്ചിൻ്റെ മീറ്റപ്സ് നമുക്ക് ഈ വാല്യൂ ഹോസ്റ്റ് ചെയ്യുന്ന സമയത്തായാലും അപ്പോഴാണ് നമ്മൾ ഓഫീസിലേക്ക് വരുന്നത്. അപ്പോൾ നോക്കുമ്പോൾ എല്ലാം ഒരു ഫ്ലാറ്റ് സ്ട്രക്ചർ, ഒരു സെയിം ഫ്ലോറിൽ തന്നെ എല്ലാവരും ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ബ്രില്യൻസ് എന്താണ് ശരിക്കും? അത് ഞാൻ പുറത്തൊക്കെ പോയപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം, ഞാൻ കുറേ ഇതേക്കുറിച്ച് വായിച്ചിട്ടുണ്ട്. അപ്പോൾ the place where you sit to work, it actually helps in driving productivity and creativity, right, and teamwork. ഇപ്പോൾ നമ്മൾ ഈ പഴയ ഒരു സ്റ്റീരിയോ ടൈപ്പ് ആയിട്ടുള്ള ഒരു ക്യൂബിക്കിൾസിൽ ഇരിക്കണമെങ്കിൽ നാച്ചുറലായിട്ട് നമ്മൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ കുറയും, ടീം വർക്ക് കുറയും. അപ്പോൾ ഇപ്പോൾ ഞാൻ നെതർലൻഡ്സിൽ വർക്ക് ചെയ്യുമ്പോൾ ആ ഫുൾ ടീം ഒരു ടേബിളിന് ചുറ്റിനിരുന്ന് വർക്ക് ചെയ്യണം. ഓ ആൻഡ് ദ കൈൻഡ് ഓഫ് സ്പീഡ് ദാറ്റ് യു ഗെറ്റ് ഇസ് ലൈക്ക് റിയലി അമേസിങ്. ആ ഒരു മനസ്സിലാക്കുക. കാരണം ഒരാൾക്കൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ തൊട്ടപ്പുറത്ത് ആളുടെ അടുത്ത് പോവും, ടേബിളിൻ്റെ അപ്പുറത്ത് തന്നെ ചോദിക്കും. അപ്പോൾ ആ ഒരു ഇതാണ് നമ്മൾ ഇത് ചെയ്തേക്കുന്നത്. അപ്പോൾ ആൻഡ് ഐ പേഴ്സണലി ഹാവ് പുട്ട് ലോട്ട് ഓഫ് എഫേർട്ട് ടു ആക്ച്വലി ബിൽഡ് ദ ഓഫീസ് ദ വേ ഇറ്റ് ഇസ് ഡൗൺ. അത് നല്ല ഭയങ്കര ഓഫീസാണ് ആക്ച്വലി. നല്ല നിങ്ങൾ ഓഫീസിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു ഇറ്റ് ഹസ് ഗോട്ട് എ ചാം. ഐ മീൻ ഐ എം നോട്ട് ടെല്ലിങ് ദറ്റ് ഇറ്റ് ഇസ് ലൈക്ക് വെരി ബ്യൂട്ടിഫുൾ ഓർ എക്സെപ്ഷണൽ, ബട്ട് ഇറ്റ് ഹസ് ഗോട്ട് എ ചാം ഓഫ് ഇറ്റ് സെൽഫ്. ആൻഡ് അത് ആൾക്കാർക്ക് വർക്ക് ചെയ്യാനും എന്നുവെച്ചാൽ ഭയങ്കര ലൗഡും അല്ല, പക്ഷേ ദർ ഇസ് എ ചാം. അങ്ങനെ അത്ര എഫേർട്ട് ഇട്ട് ചെയ്തേക്കുന്ന ഒരു ഇതാണ്. പിന്നെ അത് ചെയ്യണതിൻ്റെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആസ് ഐ ടോൾഡ് യു, നമുക്ക് ഹൈറാർക്കി വളരെ കുറവാണ്. വി ആർ എ വെരി ഫ്ലാറ്റ് ഓർഗനൈസേഷൻ. സോ അത് നമ്മൾ ഓഫീസിൽ ഇരുന്ന് വർക്ക് ചെയ്യുമ്പോഴും നമുക്ക് ഫീൽ കിട്ടും. ക്യൂബിക്കിൾസും ഇതും കുറവാണ്. ഞാൻ ഇവിടെ ഇപ്പം സ്മാർട്ട് സിറ്റി വന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് ഐ മൂഡിൻ്റെ ക്യൂബിക്കിൾ. അതിന് മുമ്പ് ഞാനും എല്ലാവരും കൂടെ ഒന്ന് വർക്ക് ചെയ്യുന്നത്. ഇപ്പോഴും ബാക്കി എല്ലാവരും ഐ മീൻ ദർ ആർ നോട്ട് ക്യൂബിക്കിൾസ് ഫോർ എനിബഡി. അപ്പോൾ നാച്ചുറലി when the founders sit close with the team and work, I mean everybody feels like okay, it's one team, like everybody is approachable. അപ്പോൾ that the level of trust that you bring and the level of cross pollination that happens. എന്ന് വെച്ചാൽ നമ്മൾ ഒരു എക്സ്പീരിയൻസ്ഡ് ആളായിട്ട് അപ്രോച്ചബിൾ മിണ്ടുന്നില്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് അതിൻ്റെ ഗുണം കിട്ടില്ല. അതേപോലെ തന്നെ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല പുതിയ ജനറേഷൻ വന്ന കുട്ടികൾക്ക്, ഐ മീൻ they think very differently, right? So there is also a lot of ideas you can get from them and learn. So I think for a product company it's important that you stay flat, that ideas are given more weightage than position or responsibility, right? And like what you do, how you do is more important than who's doing it. That is part of our culture, and you can see that in our office space as well, and on how we work. ഈ കീ വാല്യൂ എന്ന പേര് വരാനുള്ള ഒരു റീസൺ എങ്ങനെയാണ്? വാട്ട് ഇസ് ദ റീസൺ ബിഹൈൻഡ് ദ നെയിം കീ വാല്യൂ? അപ്പോൾ അത് നമ്മുടെ പേരായാലും നമ്മുടെ ടാഗ് ലൈൻ ആയാലും ലോഗോ ആയാലും മൾട്ടിപ്പിൾ മീനിങ്സ് ഉണ്ട്. ഓ അപ്പോൾ ഇപ്പോൾ കീ വാല്യൂ എന്ന് എടുത്തു കഴിഞ്ഞാൽ യൂഷ്വലി ഒരു എഞ്ചിനീയർ ആലോചിക്കുമ്പോൾ എന്നിട്ടാണ് കീ വാല്യൂ പെയർ. അപ്പോൾ നമ്മൾ ഇപ്പോൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിൽ ഡാറ്റാബേസിൽ യൂസർ നെയിമും പാസ്വേഡ് കീ വാല്യൂ പേര് അതാണ് ഉദ്ദേശിച്ചത്? ഡാറ്റാബേസ് അല്ല, ഇപ്പോൾ അതായിരിക്കാം. പിന്നെ ഇപ്പോൾ നമ്മൾ ഈ ഡാറ്റാബേസ് എടുത്തു കഴിഞ്ഞാൽ റിലേഷണൽ ഡാറ്റാബേസ് ഉണ്ട്, അതേപോലെ കീ വാല്യൂ ഡാറ്റാബേസ് ഉണ്ട്. ബേസിക്കലി ദർ ഇസ് എ കീ ആൻഡ് ദെൻ യു ആർ സ്റ്റോറിങ് ദ ഡേറ്റ ഫോർ ദാറ്റ് ആൻഡ് ദെൻ യു ക്യാൻ സെർച്ച് ബൈ ദ കീ. അപ്പോൾ അതാണ് എല്ലാവരും ഒരു കീ വാല്യൂ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു എഞ്ചിനീയറിങ് ഇതിൽ നിന്ന് നോക്കുമ്പോൾ സ്ട്രൈക്കാണ്. ഓക്കെ. പക്ഷേ ഒരു ബിസിനസ് ആൾ ആലോചിക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, യു ആർ ഡെലിവറിങ് ദ കോർ വാല്യൂ ഓഫ് എ കമ്പനി. കാരണം നമ്മൾ ബിൽഡ് ചെയ്യണം എന്നിട്ടാണ് വി ആർ ബിൽഡിങ് the product of a tech company, and that is like the core of അതിനകത്ത് ബാക്കി എല്ലാ കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്, ബട്ട് ഇവഞ്ച്വലി ദാറ്റ് ഇസ് ഐ മീൻ യു ആർ ട്രൈങ് ടു സോൾവ് എ പ്രോബ്ലം ഫോർ എ കസ്റ്റമർ, റൈറ്റ്? യു നീഡ് കസ്റ്റമർ ഒബ്സെപ്ഷൻ, ഇതെല്ലാം ഉണ്ട്. പക്ഷേ ഇവഞ്ച്വലി ദാറ്റ് കൾമിനേറ്റ്സ് ഇൻ ദ പ്രോഡക്റ്റ്, ആൻഡ് വി ഫീൽ ദ പ്രോഡക്റ്റ് ഇസ് ദ കോർ ഓഫ് ദ ടെക് കമ്പനി, ആൻഡ് ദാറ്റ് ഇസ് വാട്ട് യു ബിൽഡിങ്. അപ്പോൾ അതാണ് കോർ വാല്യൂ, ആണ് കീ വാല്യൂ. അതാണ്. അപ്പോൾ ബിസിനസ് സൈഡിൽ നിന്ന് ചിന്തിക്കുമ്പോൾ വേറെ പെർസ്പെക്റ്റീവ്, വി ആർ ഡെലിവറിങ് കോർ വാല്യൂ, ബട്ട് ഫ്രം എ എഞ്ചിനീയറിംഗ് സ്റ്റാൻഡ് പോയിൻറ്റ് അത് വേറൊരു ഇതാണ്. അതേപോലെ നമ്മൾ ടാഗ് ലൈൻ എടുത്തു കഴിഞ്ഞാൽ ലെറ്റ്സ് ബിൽഡ് യുവർ ഐഡിയ എന്നാണ്. അപ്പോൾ ലെറ്റസ് ബിൽഡ് യുവർ ഐഡിയ എന്നാവാം, എന്ന് വെച്ചാൽ ഞങ്ങൾ നിങ്ങളുടെ ഐഡിയ ബിൽഡ് തരും. പക്ഷെ ലെറ്റ്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം കുറച്ചും കൂടെ മാറി ലെറ്റ്സ് ബിൽഡ് ഇറ്റ് ടുഗെദർ, മനസ്സിലായി? അപ്പോൾ അതാണ് അവിടെ രണ്ട് മീനിങ് നമ്മൾ ചെയ്യണം. അതേപോലെ തന്നെ നമ്മൾ ലോഗോ എടുത്തു കഴിഞ്ഞാലും അത്
ഇറ്റ് ഡെപ്പിക്സ് ഒരു ബ്ലൂവും റെഡും ഉള്ള ലോകം അല്ലേ? ഒരു 3 ട്രയാങ്കിൾ പോലെയാണ്, ഇൻ്റർ കണക്റ്റഡ് ട്രയാങ്കിൾസ്. സോ അത് ഒരു പ്രോഡക്റ്റ് കമ്പനി ആണെങ്കിൽ ദർ ആർ ലോട്ട് ഓഫ് ആസ്പെക്ട്സ് ദാറ്റ് നീഡ് ടു ഫോൾ ഇൻ ടു പ്ലേസ് ടു ബി സക്സസ്ഫുൾ. ഒന്ന്, നമ്മൾ മാർക്കറ്റ് അറിയണം, നമ്മൾ കസ്റ്റമർ ഒബ്സഷൻ വേണം, എന്ത് പ്രോബ്ലം സോൾവ് ചെയ്യണം എന്നുള്ളത് വേണം. പിന്നെ അടിയിലേക്ക് പോയി കഴിയുമ്പോഴത്തേക്കും ഐ മീൻ എവറിത്തിങ് ഫ്രം മാർക്കറ്റിംഗ്, സപ്പോർട്ട്, ഡിസ്ട്രിബ്യൂഷൻ, ഫുൾ ഇത് വേണം. പക്ഷേ അവിടെയും ആൻഡ് ദേ നീഡ് ടു ലൈക്ക് സപ്പോർട്ട് ഈച്ച് അതർ ആൻഡ് ഫ്ലോ ഇൻ ടു ഈച്ച് അതർ. അതാണ് ആ ഇൻ്റർ കണക്റ്റഡ് ട്രയാങ്കിൾസ് പറയണം. പക്ഷേ അതിനകത്ത് ആ കീ എന്ന് പറഞ്ഞത് നമ്മൾ റെഡ് കളറിൽ എഴുതിയേക്കണം. ആ 3 ട്രയാങ്കിളിൽ ഒരെണ്ണം റെഡാണ്, ആൻഡ് ദാറ്റ് ഡെപ്പിക്സ് ദി പ്രോഡക്റ്റ് ഓർ ദ വാട്ട് വി ആർ ബിൽഡിങ്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ എല്ലാത്തിലും മൾട്ടിപ്പിൾ മീനിങ്സ് വെച്ചിട്ട് ചെയ്തതാണ്. പിന്നെ ഈ ഒരു വാൽക്കൈറിസ് എന്ന് പറഞ്ഞിട്ടൊരു ഇതാണ്. ബേസിക്കലി അതൊരു ഇറ്റ്സ് എ സിമ്പിൾ ഓഫ് എ ഹാർട്ട് ഓർ എ കോർ ഓഫ് സംതിങ്. ആ 3 ട്രയാങ്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ അതും ഇറ്റ് ഡെപ്പിക്സ് ദറ്റ് ഓക്കെ വി ആർ ബിൽഡിങ് ദ കോർ ടെക് ഓഫ് എ കമ്പനി. അപ്പം അങ്ങനെ എല്ലാം പല ഇത്രയും തോട്ട് ഉണ്ടല്ലേ ടു ഗെറ്റ് ദാറ്റ് ലോഗോ റൈറ്റ്. കൊള്ളാം, നൈസ്. പേരിലും ലോഗോ നമ്മൾ കുറച്ച് ദിവസങ്ങൾ ചിന്തിച്ചിട്ടാ. നൈസ്, കൊള്ളാം, നൈസ്. താങ്ക് യു. ഇനി അടുത്ത് നമ്മുടെ KPH മാഫിയ മെമ്പറാണല്ലോ. ഈ ഗ്രൂപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ 2 വാക്ക് പൊക്കി പറഞ്ഞോളൂ. അല്ല, ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഇപ്പം എനിക്കത് ശരിക്കും ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം US നിന്ന് കുറേ പേരുണ്ട്, എനിക്കാണ് യൂറോപ്പിൽ നിന്ന് ആരുണ്ട്, ഇന്ത്യയിൽ നിന്നുണ്ട്. സോ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ മെസ്സേജസ് വന്നുകൊണ്ടിരിക്കണേ. അപ്പോൾ പല സമയത്തും, കാരണം എനിക്ക് വാട്സാപ്പ് ഇസ് ഓൾസോ ലൈക്ക് മൈ ഇമെയിൽ. കാരണം ഞാൻ വർക്ക് ചെയ്യണ കൂടുതലും ഫൗണ്ടേഴ്സ് ആയതുകൊണ്ട് ദേ ഓൾസോ ഫൈൻഡ് ഇറ്റ് മോർ കൺവീനിയൻറ്റ് ടു ഡു വാട്സാപ്പ്. അപ്പോൾ വാട്സാപ്പ് ഞാൻ എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ഇത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മളേക്കും പിന്നെ വായിക്കുന്നതായിരിക്കും. പിന്നെ വായിക്കുമ്പോഴത്തേക്കും 3-4 ടോപ്പിക്സ് കഴിഞ്ഞ് നമുക്കിപ്പോൾ എന്തെങ്കിലും ടോപ്പിക്കിൽ നമുക്ക് ഇതിന് ഐഡിയ ഉണ്ട് എന്ന് പറയണമുണ്ടാവും. പക്ഷേ ആ ടോപ്പിക്ക് കഴിഞ്ഞ് വേറെ 4 ടോപ്പിക്ക് വന്നിട്ടുണ്ടാവും. ദാറ്റ് ഇസ് ദ സ്പീഡ് അറ്റ് വിച്ച് ഇസ് മൂവിങ്. ഇറ്റ്സ് വെരി നൈസ്, വെരി ആക്റ്റീവ്. And I think it's the beginning of something. It's the beginning of building a great community and probably a lot of nice things to come. So, yeah. ആ കീ വാലിനെ പറ്റി 2 വാക്ക് ഞാൻ നോക്കി പറയുകയാണെങ്കിൽ KPHൻ്റെ ഇവൻറ്റ്സ്, മീറ്റപ്സ് കൊച്ചിയിൽ ഓർഗനൈസ് ചെയ്യുമ്പോൾ യു ആർ ദ വൺ ഹൂ വന്ന് ഹോസ്റ്റ് ചെയ്തോളൂ, വിൽ സ്പോൺസർ ദ വിസ, എവറിത്തിങ് എല്ലാം ടേക്കൺ കെയർ ആണ്. ഫ്രം എ ഓർഗനൈസേഴ്സ് പെർസ്പെക്റ്റീവ് അത് ഇറ്റ്സ് എ ഹ്യൂജ് റെസ്പോൺസിബിലിറ്റി ആൻഡ് യു ആർ ലൈക്ക് ഓപ്പണിംഗ് അപ്പ് ദ ഡോർസ് ടു KPH. ആൻഡ് താങ്ക് യു സോ മച്ച്. ഈവൻ ലോട്ട് ഓഫ് പീപ്പിൾ വിസിറ്റഡ് കീ വാല്യൂ ബിക്കോസ് ഓഫ് KPH. ആ ഒരു ഇതും വാസ്, ആൻഡ് താങ്ക്സ് അഗെയിൻ ഫോർ ഓപ്പണിംഗ് ദാറ്റ്. I mean, really looking forward to it because I think that you're like adding value to the community, right? And whatever we can help, we will. Yeah. Thank you so much from my side. Yeah. Any questions from the community? Okay. One of the questions are, how do you manage a large organization, a lot of people, maybe 400 ആൾക്കാരുണ്ടല്ലോ, how do you do that? Like, കാരണം നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ മിക്കവാറും 10-20 ആൾക്കാരാണല്ലോ ഉള്ളത്. സോ ഹൗ ഡു യു ഹാൻഡിൽ എ ബിഗ് ഓർഗനൈസേഷൻ ഉള്ളതായിരുന്നു? എൻ്റെ അടുത്ത് പലരും ചോദിക്കാറുണ്ട്, പക്ഷേ എനിക്കതൊരു സ്ട്രെയിനായിട്ട് തോന്നാറില്ല. ഇറ്റ് ഹാപ്പൻസ്. മേ ബി നമ്മൾ അത്ര സ്ലോ ആയിട്ട് ബിൽഡ് ചെയ്ത്, ഓർഗാനിക്കായിട്ട് ബിൽഡ് ചെയ്ത് വന്നുകൊണ്ടായിരിക്കാം. സോ ഇനീഷ്യലി ലൈക്ക് ഐ യൂസ് ടു ടേക്ക് കെയർ ഓഫ് അഡ്മിൻ, HR, ഫിനാൻസ് എല്ലാം നോക്കി. പിന്നെ പയ്യനെ ഓരോ ഇത് ബിൽഡ് ചെയ്ത് തന്നു, ഡെലിഗേറ്റ് ചെയ്ത് തന്നു. ആൻഡ് ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് മീ, റൈറ്റ്? ദർ ആർ അതർ 4 co-founders. അതിൻ്റെ അടിയിലേക്കും ആയാലും ഫൗണ്ടേഷൻ ഇസ് വെരി സ്ട്രോങ്. അതിൻ്റെ അടിയിൽ ദർ ഇസ് എ കോർ ഗ്രൂപ്പ്. അപ്പം ഇറ്റ്സ് നോട്ട് ഹയറാർക്കിക്കൽ, ബട്ട് ഐ മീൻ ദർ ആർ ലോട്ട് ഓഫ് കേപ്പബിൾ പീപ്പിൾ. ഐ തിങ്ക് അതിനകത്ത് വരണേൻ്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അൺലൈക്ക് ഡൂയിങ് സർവീസസ്, വി ഫീൽ വെൻ യുവർ പ്രോഡക്റ്റ് എഞ്ചിനീയറിങ് എല്ലാം ചെറിയ ടീംസാണ്. ഒരു പ്രോഡക്റ്റ് ബിൽഡ് ചെയ്യണം 8 പേര് 10 പേരുടെ ടീംസ് ആയിരിക്കും. അപ്പോൾ എവറിബഡി നീഡ്സ് ടു ബി ഓൺ ദെയർ ടോസ് ആൻഡ് ഐ മീൻ എവറിബഡി നീഡ്സ് ടു ബി ഗുഡ്. മനസ്സിലായി? അപ്പോൾ 6 പേര് 5 പേരുടെ ടീമിൽ ഒരാൾ പുറകോട്ടാണെങ്കിൽ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ യു ഹാവ് ടു ലൈക്ക് സ്റ്റെപ്പ് അപ്പ്. അപ്പം അതുകൊണ്ടായിരിക്കാം ലൈക്ക് നമ്മൾ പറയുമല്ലോ, ഒരു 10 ചക്കറുള്ള വണ്ടിയാണെങ്കിൽ 1 ചക്കർ ഓടിയെങ്കിൽ വണ്ടി സ്റ്റക്കാവെന്ന് പറയും. അതേപോലെയാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം എല്ലാവരും ലൈക്ക് ഐ തിങ്ക് പെർഫോം ഡീസൻ്റ്ലി വെൽ. എനിക്കങ്ങനെ സ്ട്രെയിനായിട്ട് തോന്നുന്നില്ല. ഇറ്റ് ഹാപ്പൻസ്. ഓക്കെ. കമ്മ്യൂണിറ്റി, ഡിഡ് യു എവർ റേസ് ഫണ്ട്സ് എക്സ്റ്റേണലി? നോ. ബൂട്ട്സ്ട്രാപ്ഡ്, കംപ്ലീറ്റ്ലി ബൂട്ട്സ്ട്രാപ്പ്. അത് പക്ഷേ ആദ്യത്തെ നമുക്കിപ്പോൾ നോക്കുമ്പോൾ ഭയങ്കര രസമാണ്. പക്ഷേ ഇനീഷ്യലി ഇറ്റ് വാസ് വെരി ടഫ്. ഞാൻ പറഞ്ഞില്ല, ആദ്യത്തെ സ്റ്റാർട്ടപ്പ് ചെയ്തിട്ട് നമുക്ക് ഫണ്ടിങ് കിട്ടാതെ വന്നപ്പോഴത്തേക്കും ഐ ഓൾമോസ്റ്റ് ലോസ്റ്റ് മെജോറിറ്റി ഓഫ് മൈ സേവിങ്സ്. ആ ഒരു പീരീഡ് ഓഫ് ടൈം എങ്ങനെയായിരുന്നു? വാസ് ഇറ്റ്? ദാറ്റ് വാസ് വെരി സ്ട്രെസ്ഫുൾ. എന്ന് വെച്ചാൽ അന്ന് നമുക്കറിയാം, ഓക്കെ നമ്മുടെ സേവിങ്സ് ഒക്കെ പോയി കഴിഞ്ഞാലും
ഇത്രയും പ്രായമുള്ളൂ, യു ക്യാൻ സ്റ്റിൽ റീബിൽഡ് എന്നുള്ളത്. പക്ഷേ സ്റ്റിൽ ഇപ്പം നമ്മുടെ കയ്യിൽ നിന്നുള്ളൊരു പേര പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് വിഷമമാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഇത്രയും നാൾ വർക്ക് ചെയ്തിട്ട് ഇപ്പം എൻ്റെ സ്റ്റോക്സും മ്യൂച്വൽ ഫണ്ട്സൊക്കെ മാക്സ് ഔട്ട് ചെയ്ത് ഫുൾ പോയി. ഈവൻ ഉണ്ടായിരുന്ന കുറച്ച് പ്രോപ്പർട്ടീസ് ലൈക്ക് വാസ് ഇൻ ദ ബാങ്ക് ആയിരുന്നായിരുന്നു. ഇറ്റ്സ് എ ടഫ് സിറ്റുവേഷൻ. ഇപ്പം നോക്കുമ്പോൾ നല്ല രസം തോന്നുന്നുണ്ട്. പക്ഷേ ഐ തിങ്ക് ഇഫ് ഇറ്റ് ഡിഡ്ന്റ് ഗോ വെൽ ദാറ്റ് വുഡ് ഹാവ് ബീൻ എ ഡിഫറെൻറ്റ് സ്റ്റോറി ഓൾ ടുഗദർ. ബട്ട് യാ ദാറ്റ് വാസ് യാ. ഓക്കെ, വൺ ക്വസ്റ്റ്യൻ ഫ്രം മൈ സൈഡ്. പോർഷെ ഒരു നീല പോർഷെ കണ്ടിരുന്നു, അതിനെ പറ്റി എക്സ്പീരിയൻസ് പറയും. ഹൗ ഇസ് ദാറ്റ് ഡ്രൈവിംഗ് പോർഷെ? ഒരു ലൈക്ക് കൊച്ചിലെ മുതൽ ഈ മെക്കാനിക്കൽ സാധനങ്ങളോട് ഭയങ്കര താല്പര്യമാണ്. ഇപ്പോൾ ചെറുപ്പത്തിലെ സൈക്കിളൊക്കെ നന്നാക്കുമായിരുന്നു, ബൈക്ക് ഇതായി. പിന്നെ ജോലി കയറി കഴിഞ്ഞപ്പോൾ പിന്നെ ആ ഒരു പാഷൻ വിട്ടു. പിന്നെ കമ്പ്യൂട്ടർ ഇതായി. പിന്നെ ആ ഒരു ഡ്രൈവിങ്ങിനുള്ള ആ ഒരു പാഷനുണ്ട്. കുറേ നാളെ എങ്ങനെ വിചാരിക്കണം. മുമ്പ് ഏത് കാറായിരുന്നു? മുമ്പ് ഡസ്റ്റർ ആയിരുന്നു. അത് ഞാനൊരു കാറ് മേടിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് 10, 12, 14 വർഷമായി. പക്ഷെ ദെൻ യു ഗെറ്റ് അറ്റാച്ച് ടു ഇറ്റ്. പിന്നെ നമ്മൾ മാറ്റാനുള്ള സ്ട്രെയിൻ എടുത്തില്ല. അത് ഇറ്റ് വാസ് നൈസ്. എന്ന് വെച്ചാൽ 110 bhp ട്യൂണൊക്കെ ചെയ്ത്. അപ്പോൾ 150 bhp ആയി. അപ്പോൾ ആൻഡ് ഇറ്റ് വാസ് നൈസ് ടു ഡ്രൈവ്. പിന്നെ റാഷ് ഡ്രൈവിങ്ങിന് പറ്റിയ ഇതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷനാണ്. അത് ഈ ഓൾ വീൽ ഡ്രൈവ് ഇതിനു വേണ്ടി കാൽപ്പാന്തരാണ് ആക്ച്വലി. അപ്പം അതുകൊണ്ട് ഞാൻ അതങ്ങനെ ഓടിച്ച് നടന്നു. പിന്നെ എത്ര നാളായപ്പോൾ എന്തായാലും കാറ് മാറ്റണമെന്നുള്ളതായി. അപ്പോൾ ഐ തോട്ട് ഐ മീൻ യൂഷ്വലി മേടിച്ച് കഴിഞ്ഞാൽ 8 to 10 years ഓടിക്കും. ഐ തോട്ട് ഐ ഗോ ഫോർ എ നൈസ് കാർ. അപ്പോൾ അങ്ങനെ എടുത്താണ്. എൻ്റെ ഐ മീൻ റിയലി റിപ്പൻറ്റ് ദറ്റ് ഐ ഡിഡ്ന്റ് ബൈ ഇറ്റ് ഏർലിയർ. ബിക്കോസ് ലൈക്ക് റിയലി അമേസിങ് എക്സ്പീരിയൻസ്. ഓൺലി തിങ് ഇസ് നമ്മുടെ റോഡ്സ് ആർ നോട്ട് ലൈക്ക് റിയലി ബിൽറ്റ് ഫോർ ദാറ്റ്. അപ്പോൾ ആയിരുന്നുണ്ട്. അപ്പോൾ യൂഷ്വലി ഞാൻ ഇപ്പോൾ US പോകുമ്പോൾ അവിടെ ഒരു കാർ റെൻറ്റ് ചെയ്യും. കാർ ദാറ്റ് ഐ ഫീൽ ഐ ഷുഡ് ഡ്രൈവ് for 2-3 weeks. And that's really nice. കാരണം അവിടുത്തെ റോഡ്സ് അങ്ങനെയാണ്. ആൻഡ് യു ക്യാൻ റിയലി എൻജോയ് ഡ്രൈവിംഗ്. അപ്പോൾ ഐ ഡു ദാറ്റ്. Okay, another question from the community. How do you pay so much for salaries? Yeah. Do you pay so much for the people? Yeah, I mean, so I think the main I put you on the spot. No, I think the main thing is, see, when you do products, as I told you, you need exceptionally good people, number one. Number two, it's a lot of heavy lifting. കാരണം ഒരു പ്രോഡക്റ്റ് ഫ്രം സ്ക്രാച്ചിൽ നിന്ന് എഴുതാന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ലൈക്ക് ഡ്രോയിങ് ഓൺ എം ടി ക്യാൻവസ്. ഒരു ഓൾറെഡി ഒരു പെയിൻറ്റിംഗ് ഉണ്ട്. ഓക്കെ, അതിനകത്തൊരു കാർഡാണ്. അതിനകത്ത് ഒരു ഇല പോയി വരയ്ക്കാൻ പറഞ്ഞാൽ നമുക്ക് ഇല വരയ്ക്കാം അല്ലേ. ആൻഡ് ജസ്റ്റ് ജെൽ ഇൻ ടു ദാറ്റ്. പക്ഷെ നമ്മുടെ അടുത്ത് ഫ്രം സ്ക്രാച്ചിൽ നിന്ന് ഒരു പെയിൻറ്റിങ് വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പാടാണ് നമുക്ക് അല്ലേ. അതിനകത്ത് എന്തോരം കാര്യങ്ങൾ ആലോചിക്കണം. അതിനകത്ത് തിങ്സ് ഫ്രം വാട്ട് ഈസ് എ കസ്റ്റമർ, അയാൾ അപ്പോൾ അതിൻ്റെ UX ഡിസൈൻ ചെയ്യുമ്പോൾ എന്താണ് അയാളുടെ പേഴ്സോൺ, അയാൾ എന്തൊക്കെ ആപ്സ് യൂസ് ചെയ്തിട്ടുണ്ട്, അയാളുടെ ഡെയിലി ഇതെന്താണ്, ആർക്കിടെക്ചർ എന്താണ്, എങ്ങനെ ഡിപ്ലോയ് ചെയ്യണം, എങ്ങനെ സ്കെയിൽ ചെയ്യാൻ പറ്റും. ഐ മീൻ ഇറ്റ്സ് റിയലി ഹെവി ലിഫ്റ്റിംഗ്. അപ്പോൾ യു നീഡ് ലൈക്ക് top notch people, and I mean they need to be really driven as well. So I think it's important that we pay. And I feel everybody should get what they deserve, and that's part of it. അങ്ങനെ ഡിപ്ലോമാറ്റിക് ആയി ആൻസർ ചെയ്തു. കൊള്ളാം. ഓക്കെ, അടുത്ത റാപ്പിഡ് റൗണ്ട് ക്വസ്റ്റ്യൻസ് ആണ്. വാട്ട് ആർ സം ഓഫ് ദ ബുക്സ് ദാറ്റ് യു റീഡ് ആൻഡ് റെക്കമെൻഡ് ടു ദ വ്യൂവേഴ്സ്? എൻ്റെ ഫാദർ ഇംഗ്ലീഷ് പ്രൊഫസറായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പുള്ളി ഭയങ്കരമായിട്ട് വായിക്കായിരുന്നു. പുള്ളി ഒരു 10 ഞാൻ വായിക്കണമെന്ന് തോന്നില്ല. പക്ഷേ ഐ മീൻ ഐ മേക്ക് ഇറ്റ് എ പോയിന്റ് ടു റീഡ് ബുക്സ് ദാറ്റ് ഐ വുഡ് റെക്കമെൻഡ്. ഐ മീൻ സോ ദിസ് ഇസ് എ ടെക് കമ്മ്യൂണിറ്റി. അപ്പോൾ അതിനകത്ത് ചില ബുക്സ് ദാറ്റ് ഐ ഫെൽറ്റ് ഐ വാസ് ടു ലേറ്റ് ടു റീഡ്. അപ്പോൾ ഒരു ബുക്ക് എന്ന് പറഞ്ഞാൽ ഹാർഡ് തിങ് അബൌട്ട് ഹാർഡ് തിങ്സ്. സൂപ്പർ ബുക്ക്. ബെൻ ഹൊറോവിറ്റ്സിൻ്റെ ഹാർഡ് തിങ് അബൌട്ട് നെക്സ്റ്റ് ലെവൽ ബുക്ക്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഗുഡ് ടു ഗ്രേറ്റ് അങ്ങനെ കുറച്ച് ബുക്സുകളുണ്ട്. ഐ റെഡ് ദം ലിറ്റിൽ ലേറ്റ് ബിക്കോസ് ഐ ഫെൽറ്റ് ഓക്കെ ഞാൻ കീ വാല്യൂ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഐ മീൻ ദാറ്റ് ടഫ് ടൈംസ് ഐ റെഡ് ഇറ്റ്. ഐ മീൻ ആ ഒരു ഇൻസൈറ്റ്സ് എനിക്ക് ഐ ഗോട്ട് മോസ്റ്റ് ഓഫ് ദി ഇൻസൈറ്റ്സ് ഫ്രം എക്സ്പീരിയൻസ് വിച്ച് ഐ വുഡ് ഹവ് പ്രോബ്ലി ഈസിലി ഗോട്ട് ബൈ റീഡിങ് ദറ്റ് ബുക്ക്. അപ്പോൾ അങ്ങനെ കുറച്ച് ബുക്കുകളുണ്ട്. പിന്നെ ബ്ലിറ്റ്സ് സ്കെയിലിംഗ് അങ്ങനെ. ബട്ട് അതിനകത്ത് ഒറ്റ സ്പെസിഫിക് ബുക്കായിട്ട് പറയാൻ മേ ബി ടെക് അല്ലാണ്ടുള്ള ബുക്സ് മേ ബി ജനറലി ആയാലും മൈറ്റ് ബി റെലവൻറ്റ്.
ഒരു ഇഷ്ടമുള്ള കുറേ ബുക്സ് ഉണ്ട്. ഇപ്പോൾ ഒന്ന് നമ്മുടെ കാൽ ഗിബ്രാൻ്റെ പ്രോഫിറ്റ്. ദാറ്റ് ഇസ് സംതിങ് ദാറ്റ് ഐ റീഡ് വൺസ് എവറി ഇയർ. ഇറ്റ്സ് എ വെരി സ്മോൾ ബുക്ക്, പക്ഷേ ദ വേ ഇറ്റ് ഇസ് റിട്ടൺ വെരി പോയറ്റിക്. പിന്നെ ഇക്കിഗായി, അങ്ങനെ കുറച്ച് ബുക്സ്, പക്ഷെ അതൊക്കെ വൺ ടൈം ഇതുപോലെയാണ്. പിന്നെ ഫേവറേറ്റ് ബുക്ക്, ദാറ്റ് മൈ ബി ബെസ്റ്റ് ക്വസ്റ്റ്യൻ ടു ആസ്ക്. അങ്ങനെ ഫേവറേറ്റ് ബുക്ക് എന്ന് പറയാനൊന്നുമില്ല. സോ ഷർബലിലൊരു ഡേ ഇൻ ഡേ ലൈഫ് പറയുകയാണെങ്കിൽ എത്ര മണിക്ക് എഴുന്നേക്കും, എങ്ങനെയാണ് ഒരു ആവറേജ് ഡേ? ഞാനൊരു 4:30-4:45 എഴുന്നേക്കും. 4:00 ഓ, അതെനിക്ക് വേണ്ട മമ്മി അങ്ങനെയായിരുന്നു ആയിരിക്കാം. ആക്ച്വലി ഞാൻ ഒരു കീ വാലിൻ്റെ തുടക്കം വരെയൊക്കെ ഒരു 5:30-5:45 ആയിരുന്നു. പിന്നെ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓഫീസിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ സമയം കിട്ടില്ല നമുക്ക് പ്ലാൻ ചെയ്യാനും സ്വന്തമായിട്ട് ചിന്തിക്കാനും. അപ്പോൾ പ്രോബ്ലി ദാറ്റ് ഇസ് ദ റീസൺ ഐ സ്റ്റാർട്ട് ഗെറ്റിംഗ് അപ്പ് ലിറ്റിൽ ഏർലിയർ. ഒരു 4:30-4:45 എഴുന്നേക്കും. ഒരു 5 to 7:30 ചെയ്യാനുള്ള കാര്യങ്ങളും പ്ലാനിങ്ങും കുറച്ച് വായിക്കൽ അതൊക്കെ ചെയ്യും. പിന്നെ ഒരു 7:30 to 7:45 ഒരു 15 to 30 minutes എക്സസൈസും മെഡിറ്റേഷൻ ചെയ്യും. പിന്നെ കുളിച്ച് ഓഫീസിൽ വരും. ലൈക്ക് 8:30-8:45 ഓഫീസ് മുതൽ ഒരു 6:30 വരെയൊക്കെ ഓഫീസിൽ ഇരിക്കും. 6:30-7. പിന്നെ ആഴ്ചയിൽ ഒരു 2-3 ദിവസം വൈകിട്ട് ജിമ്മിൽ പോകും. ബാക്കി 1-2 ദിവസം വൈകിട്ട് നടക്കാൻ പോവോ യോഗ എന്തെങ്കിലും ചെയ്യും. പിന്നെ വൈകിട്ടൊരു 7-7:30 മുതൽ ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യും. ഒരു 9-9:30 ആകുമ്പോൾ ഉറങ്ങും. ആണ് യൂഷ്വൽ. 9:00 ഉറങ്ങുമല്ലേ? യൂഷ്വൽ വർക്ക് ഡേയ്സിൽ അങ്ങനെയാണ്. പിന്നെ സാറ്റർഡേ ഓൾസോ ഐ വർക്ക് ടിൽ മേ ബി 1 o'clock ഇൻ ദ ആഫ്റ്റർനൂൺ യൂഷ്വലി. അത് കഴിഞ്ഞിട്ട് ഐ സ്ലീപ്പ്. പിന്നെ സാറ്റർഡേ വൈകിട്ട് മുതൽ സൺഡേ വൈകിട്ട് വരെ ഐ സ്പെൻഡ് വിത്ത് മൈ ഫാമിലി ആൻഡ് മൈ മോം. അതാണ് യൂഷ്വൽ 1 week ഇത്. Nice. What are some of the AI tools that you use and personally? അപ്പോൾ പേഴ്സണലി എനിക്ക് ഒരു വിഷമമുള്ളത് ഐ ഡോണ്ട് ഗെറ്റ് ടൈം ടു കോഡ്. ഇപ്പോൾ ഞാൻ കോഡ് ചെയ്തിട്ട് 2 വർഷമായി. ഞാൻ ഇടയ്ക്ക് ട്രൈ ഒക്കെ ചെയ്യും, പക്ഷേ സമയം കിട്ടണില്ല. അപ്പോൾ ഞാൻ ആ കോഡിങ്ങിനുള്ള ടൂൾസും അതൊക്കെ കോഡിങ് തന്നെ ചെയ്യുന്നില്ല. അപ്പോൾ അതാണ്. പക്ഷേ അല്ലാതെ കൂടുതൽ യൂസ് ചെയ്യണത് ChatGPT, പിന്നെ ഈ കലണ്ടറിങ്ങിന് വേണ്ടിയിട്ടുള്ള AI ടൂള് നമ്മൾ പറഞ്ഞാൽ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഈ മീറ്റിംഗ് നോട്ട്സ് എടുക്കാൻ അങ്ങനത്തെ വളരെ ബേസിക് ആയിട്ടുള്ള AI ടൂൾസ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അങ്ങനെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒന്നുമില്ല. ഈ KPH പോഡ്കാസ്റ്റ് വരുന്ന എല്ലാ ഗസ്റ്റിനോടും ചോദിക്കണ ഒരു മാൻഡറ്ററി ക്വസ്റ്റ്യൻ ആണ് ഹെൽത്ത്, വെൽത്ത് ആൻഡ് റിലേഷൻഷിപ്സ്. നമ്മൾ എല്ലാം കാട്ടിക്കൂട്ടുന്നതിന് വേണ്ടിയാണല്ലോ. സോ ഹൗ ഡു യു ബാലൻസ് ഓൾ ദീസ് 3 things in your life, starting with health? Do you work out? Do you have a strict regimen? And what is that like, personal and mental health as well? അപ്പോൾ ഹെൽത്ത് ഞാൻ പറഞ്ഞല്ലോ, ഒരു 5 days രാവിലെ ഒരു 15-20 minutes എക്സസൈസും മെഡിറ്റേഷനും ഉണ്ടാവും. പിന്നെ ആഴ്ചയിൽ 3 ദിവസം ജിമ്മിന് പോവും. പിന്നെ ഒരു 1 or 2 days ജോഗിങ്, 1 or 2 days യോഗ. അപ്പോൾ ഒരു എങ്ങനെ വന്നാലും ഒരു 6-7 days 6 days എങ്കിലും എക്സസൈസ് ഉണ്ടാവും. വർക്കൗട്ട് ജിമ്മിൽ പോയിട്ടുള്ള വർക്കൗട്ട് ഓൺലി 2-3 days, ബട്ട് സം കൈൻഡ് ഓഫ് എക്സസൈസ് എന്തായാലും ഉണ്ട്. ഫുഡും ഡയറ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൺട്രോൾ? ഫുഡ് യൂഷ്വലി വൈകിട്ട് ഒരു 3-4 മണി കഴിഞ്ഞാൽ കഴിക്കില്ല. 3 PM is the last time. സോ ഐ ഹാവ് ലൈക്ക് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, മേ ബി സം സ്നാക്സ്. പിന്നെ ഷുഗർ ഇടാറില്ല ഒന്നിലും. നോ ഷുഗർ. ചായയിലും കാപ്പിയിലും ഷുഗറില്ല. വൈകിട്ട് 3 മണി സ്നാക്സ് കഴിഞ്ഞാൽ പിന്നെ കഴിക്കില്ല. പിന്നെ നെക്സ്റ്റ് ഡേ മോർണിംഗ്. ഉച്ചയ്ക്ക് ഫാസ്റ്റിംഗ് പോലെയാണ്. അപ്പോൾ അതെ. എത്ര നാളെ എങ്ങനെ ചെയ്യുന്നു? ലൈക്ക് ഇതിപ്പോൾ 2-3 വർഷം എന്ന് വെച്ചാൽ അത്രയ്ക്ക് സ്ട്രിക്റ്റ് അല്ല. ഇപ്പോൾ ഒരു പാർട്ടിക്ക് പോകണമെന്ന് നോക്കി, അപ്പോൾ ഒരു കസ്റ്റമർ ഉണ്ടെങ്കിൽ നമ്മൾ ഓഫീസിൽ നിന്ന് പാർട്ടിക്ക് പോകുമ്പോൾ നമ്മൾ ഡിന്നർ കഴിക്കണമെന്ന് ഞങ്ങൾക്ക് മസിൽ പിടിച്ചിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഐ എം വെരി വെരി ഫ്ലെക്സിബിൾ. അപ്പോൾ ബട്ട് ഐ മേക്ക് ഷുവർ ദാറ്റ് ഇൻ എ വീക്ക് 5 ദിവസമെങ്കിലും വൈകിട്ട് കഴിക്കില്ല. അങ്ങനെയാണ്. പക്ഷേ നോട്ട് വെരി സ്ട്രിക്റ്റ്. യൂഷ്വലി 6-7 days കഴിക്കില്ല. അങ്ങനെയാണ്. പിന്നെ വെൽത്തിൻ്റെ കേസിൽ മുമ്പ് ഞാൻ പറഞ്ഞു എനിക്ക് സ്റ്റോക്സും മ്യൂച്വൽ ഫണ്ട്സും ഇൻവെസ്റ്റ്മെൻറ്റ്സും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒന്നും അങ്ങനെ നോക്കാൻ സമയം കിട്ടണില്ല. അപ്പോൾ I mean, my biggest investment is key value. So what I feel is ഞാൻ ബാക്കിയുള്ളതിന് സമയം കളഞ്ഞാലും റിട്ടേൺസ് വൈസ് ഇറ്റ്സ് മോർ വാല്യുബിൾ ടു സ്പെൻഡ് key value. So I'm fully on that. ഹെൽത്ത്, വെൽത്ത്, റിലേഷൻഷിപ്സ്. Relationships, I think
my wife is like very supportive. Does she also work in Key Value or? She used to, but now she has stopped. കാരണം രണ്ടുപേരും കൂടെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് ടഫ്. സോ ഷീ ഈസ് വെരി സപ്പോർട്ടീവ്, വെരി അണ്ടർസ്റ്റാൻഡിങ്, അങ്ങനെ വലിയ ഡിമാൻഡിങ് ഒന്നുമല്ല. അപ്പോൾ ഐ തിങ്ക് ദാറ്റ് ഇസ് വൺ ഓഫ് ദ റീസൺസ് ഓഫ് എ ലൈക്ക് വെരി നൈസ് റിലേഷൻഷിപ്പ്. അതേപോലെ തന്നെ ഫാമിലി ആയാലും, മൈ കിഡ്സ് ആയാലും മോമായാലും ലൈക്ക് വെരി സപ്പോർട്ടീവ്. പിന്നെ സൺഡേ എന്ത് വന്നാലും ഐ മേക്ക് ഇറ്റ് എ പോയിൻറ്റ് ടു സ്പെൻഡ് വിത്ത് ദ ഫാമിലി. അപ്പം മുമ്പ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും എംപ്ലോയീസ് ഉണ്ടല്ലോ, അപ്പോൾ ആരുടെയെങ്കിലും മാരേജോ എന്തെങ്കിലും ഒരു ഇതുണ്ടാവും. അപ്പോൾ യൂഷ്വലി സൺഡേസ് അതിന് പോകും. അപ്പോൾ ദെൻ ഐ റിയലൈസ്ഡ്, ഐ മീൻ സൺഡേയും കൂടെ നമ്മൾ ട്രാവൽ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇറ്റ്സ് ആക്ച്വലി ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് യു ഹാവ് ടു ഗോ ആൻഡ് ഐ മീൻ ദേ വോണ്ട് യു ദെയർ ബിക്കോസ് എന്ന് വെച്ചാൽ ഒരു CEO എന്നുള്ള ഇതിലല്ല, ബിക്കോസ് യു ആർ എ ക്ലോസ് ഫ്രണ്ട് ടു എവരിബഡി. അപ്പോൾ ദെൻ ഐ ഫെൽറ്റ് ഐ ഓൾസോ നീഡ് ബാലൻസ് മൈ ഫാമിലി സൈഡ്. അപ്പം ഇപ്പം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ മീൻ ഐ ഡോണ്ട് ഗോ ടു എനി ഓഫ് ദീസ് മാരേജസ് ഓർ മേ ബി ഹൗസ് വാമിങ് സെർമണീസ് ആയിരിക്കാം, എന്തെങ്കിലും ആയിരിക്കാം. ബട്ട് ഐ മേക്ക് ഷുവർ ഐ സ്പെൻഡ് വിത്ത് ദ ഫാമിലി. ഇല്ലെങ്കിൽ ഫിസിക്കലി സ്ട്രെയിൻ ആവും. കാരണം സൺഡേ ഈസ് എ ഡേ ദാറ്റ് യു സ്ലീപ്പ് ഇൻ ദ ആഫ്റ്റർനൂൺ ആൻഡ് ദെൻ എന്തെങ്കിലും പുറത്തൊക്കെ പോയി. അപ്പോൾ അന്നാണ് ഒരു റീജുവിനേഷൻ ഉള്ളത്. അപ്പോൾ അന്നും കൂടെ നമ്മൾ ഇതായി കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് വീക്ക് വരുമ്പോൾ നമുക്ക് അറിയാം യു ഡോണ്ട് ഹാവ് ദാറ്റ് പവർ. ഇൻട്രസ്റ്റിംഗ്, ദാറ്റ്സ് എ വെരി ഗുഡ് ടേക്ക് അവേ. ഞാനും അപ്ലൈ ചെയ്യാൻ നോക്കാം. അപ്പോൾ അറ്റ്ലീസ്റ്റ് 1 വീക്ക് വെച്ചാൽ അതിനകത്ത് കുറച്ച് ടൈം ഐ ഓൾസോ സ്പെൻഡ് വിത്ത് ഫോർ മൈസെൽഫ്. തന്നെത്തായിരുന്നു ആലോചിച്ച് അങ്ങനെ അതൊരു 1 ഡേ അങ്ങനെ ഒരു ആവശ്യമാണ് ആ ഒരു ഋതത്തിൽ വരാൻ വേണ്ടി. ഐ തിങ്ക് ഒരു 10-40 വയസ്സ് വരെയൊന്നും കുഴപ്പമില്ല. അത് കഴിയുമ്പോഴത്തേക്കും ബട്ട് ഈവൻ അറ്റ് യുവർ ഏജ് ഐ തിങ്ക് യു നീഡ് ടു ഐ മീൻ കീപ് 1 ഡേ ഫോർ യുവർ സെൽഫ്. ഇപ്പോൾ ലാസ്റ്റ് ഒരു 1 hour ആയിട്ട് ഷാർബലായിട്ട് നമ്മൾ പോഡ്കാസ്റ്റ് ചെയ്തായിരുന്നു. ഈവൻ കീ വാല്യൂ എന്ന കമ്പനി എങ്ങനെ ബിൽഡ് ചെയ്തെന്നുള്ളതും ആ കീ വാല്യൂൻ്റെ ടേമിൻ്റെ പേരും. പിന്നെ 400 ആൾക്കാരാണ് നിങ്ങൾ ഹയർ ചെയ്തിട്ടുള്ളത്. ആൻഡ് ദാറ്റ്സ് ടു ഇൻ കൊച്ചി ആൻഡ് റിമോട്ടായിട്ടും വർക്ക് ചെയ്യുന്നു ടീം ആൻഡ് ഫ്ലാറ്റ് ഓർഗനൈസേഷൻ, എക്സെപ്ഷലി ഈവൻ 10 million plus റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന ഒരു കിടിലം ബിസിനസ്. ആൻഡ് താങ്ക്സ് ഫോർ ജോയിനിങ് KPH പോഡ്കാസ്റ്റ്. എനി എൻഡിങ് നോട്ട്സ് ഫോർ ദ ഓഡിയൻസ്? Yeah, so Felix, again, thanks for the opportunity. Thanks for the awesome work that you're doing with KPH. And please continue doing. And as I said, we will help support you in whatever way we can. പിന്നെ എനിക്ക് പറയാനുള്ളത്, I mean, we have built one of the best product development hub from Cochin. I don't think there is any company, I mean, നിങ്ങൾക്ക് കേൾക്കുമ്പോൾ അത് ഒരു തള്ളായിട്ടൊക്കെ തോന്നാം, ബട്ട് there are probably no companies which has done like 120 products from scratch. And we are really proud of that. So we would also like to tell people that there are opportunities for you in Key Value. The advantage that you get is you get to work on the coolest products. You get to work on different domains. You get to work on different technologies. ഭയങ്കര ഒരു എക്സ്പോഷർ കിട്ടാൻ പോകണം. The other thing is we are also pioneers in the AI space, both fundamental AI as well as agentic and AI in building AI agents. So if you feel, I mean, that you are exceptionally good and you want to grow in tech, please come and join us. And we wish everybody the best. Thank you. Yes, thank you Sharbal. Thank you Sharbal for joining KPH podcast. Thanks. Yeah. വെയിറ്റ് സ്കിപ്പ് ചെയ്യരുത്, ഇതൊരു ആഡല്ല. KPH എന്ന കമ്മ്യൂണിറ്റി തുടങ്ങിയിട്ട് 8 കൊല്ലമായി. നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ പല ഫൗണ്ടേഴ്സും ബിൽഡ് ചെയ്യുന്ന പ്രോഡക്ട്സ് $multi-million ഓഫ് റവന്യൂ ആണ് ഇപ്പോൾ എത്തിക്കിട്ടുള്ളത്. ലാസ്റ്റ് 1 yearലാണ് നമ്മൾ പോഡ്കാസ്റ്റ് രീതിയിൽ പല ആൾക്കാർക്ക് എത്തുന്നത്. പക്ഷേ ഓവർ ദി ഇയേഴ്സ് നല്ല കിട്ടുന്ന പ്രോഡക്ട്സ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ KPH മാഫിയ എന്ന് പറഞ്ഞ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലാസ്റ്റ് 3 months ആയിട്ട് 50 പ്രോഡക്ട്സ് ആണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അതും ഈ 2025 മാത്രമായിട്ട് 50 പ്രോഡക്ട്സ് ആണ് ലോഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ വിത്ത് ദ യൂസ് ഓഫ് AI ആൻഡ് എവറിത്തിങ് നല്ല കിടിലൻ പ്രൊഡക്റ്റും നല്ല യൂസ് കേസും അറിഞ്ഞിട്ടുള്ള നല്ല പ്രൊഡക്ട്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് തിങ്സ് ആർ ഗോയിങ് ടു ബി റിയലി റാപ്പിഡ് ഫ്രം ഹിയർ ഓൺ. KPH എന്ന കമ്മ്യൂണിറ്റി ഒരുപാട് ഇവന്റ്സ് ഹോസ്റ്റ് ചെയ്യാറുണ്ട്, മീറ്റപ്പ് ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട്, മാസ്റ്റർ ക്ലാസ് ഹോസ്റ്റ് ചെയ്യാറുണ്ട്, ഡിന്നേഴ്സ് ഹോസ്റ്റ് ചെയ്യാറുണ്ട്. എല്ലാ ഇവന്റും ഹോസ്റ്റ് ചെയ്യുമ്പോൾ വൺ തിങ് വി ഗെറ്റ് ആസ്ക്ഡ് എ ലോട്ട്, ഹാക്കത്തോൺ. എന്നാണ് KPH ഒരു ഹാക്കത്തോൺ ഹോസ്റ്റ് ചെയ്യുന്നത്? ഫെയർ ക്വസ്റ്റ്യൻ, ദ ടൈം ഇസ് നൗ. വി ആർ ഹോസ്റ്റിംഗ് എ ഹാക്കത്തോൺ. സാധാരണ ഒരു ഹാക്കത്തോൺ പോലെയല്ല. 2-3 days ഫുഡ് കഴിച്ച് പിന്നെ പ്രസന്റേഷൻ സ്കില്ല് ബേസിൽ പ്രൈസ് മണി മേടിച്ച് പിന്നെ പ്രൊഡക്റ്റ് ചവിട്ടുകൊട്ടയിൽ ഇട്ടുന്ന ഒരു ഹാക്കത്തോൺ അല്ല. ഇതിൽ ആക്ച്വൽ പ്രൊഡക്ട്സ് ആയിട്ട് ലോഞ്ച് ചെയ്ത് പൊട്ടൻഷ്യലി റവന്യൂ ജനറേറ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഈ ഹാക്കത്തോൺ ഓർഗനൈസ് ചെയ്യുന്നത്.
ആൻഡ് വി ആർ ഇൻവൈറ്റിംഗ് യു ടു KPH ഹാക്കത്തോൺ. ഒരു പക്ഷേ കേരളത്തിലെ നാളത്തെ 10-100 മില്യൺ ഡോളേഴ്സ് റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന പ്രൊഡക്ട്സ് ഈ ഒരു ഹാക്കത്തോണിൽ നിന്നുണ്ടായിരുന്നു വരാം. KPH ഹാക്കത്തോണിൽ മെൻഡസ് ആയിട്ട് വരുന്നുള്ളത് നമ്മുടെ പോഡ്കാസ്റ്റ് ഗസ്റ്റും പിന്നെ ആക്ച്വൽ പ്രൊഡക്റ്റ് ഉണ്ടാക്കി റവന്യൂ ജനറേറ്റ് ചെയ്തിട്ടുള്ള multi-million dollars ഫൗണ്ടേഴ്സ് ആണ് നേരിട്ട് മെൻറ്റർ ചെയ്യാൻ പോകുന്നത്. സോ ദിസ് വിൽ ബി ദ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ഇൻ യുവർ ലൈഫ്. ബിൽഡ്, സ്കെയിൽ ആൻഡ് ഗ്രോ യുവർ പ്രൊഡക്റ്റ്. KPH ഹാക്കത്തോൺ.